Dear students, myself Dr. Ajmal Malakot from Calicut. I'm taking biology classes, especially zoology. So students, we are going to start the biology section. First year ബയോളജിയിൽ നമ്മൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. നമ്മുടെ ചാപ്റ്ററുകളിലേക്കൊക്കെ കടക്കുന്നതിന് മുൻപേ ബയോളജിയുടെ വളരെ ബേസിക് ആയിട്ടുള്ള ചില കാര്യങ്ങൾ നമുക്കൊന്ന് പറഞ്ഞു പോകാം. ആദ്യം തന്നെ ബയോളജി എന്ന് പറയുന്ന ടേം ഉണ്ടായിരിക്കുന്നത് രണ്ട് ടേമുകൾ ജോയിൻ ചെയ്തിട്ടാണ്. ബയോ ആൻഡ് ലോഗോസ് ഓർ ലോഗി. ബയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈഫ്, എനിത്തിങ് റിലേറ്റഡ് വിത്ത് ലൈഫ്, ജീവനുള്ള സംഗതികളെയാണ് നമ്മൾ ബയോ എന്ന് ഉദ്ദേശിക്കുന്നത്. ലോഗോസ് ഓർ ലോഗി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ സ്റ്റഡി. So biology means study about life. It is the branch of science which deals with the study of life. അപ്പോൾ ജീവനെ കുറിച്ച് പഠിക്കുന്ന ജീവശാസ്ത്രമാണ് ബയോളജി. ബയോളജി എന്ന് പറയുന്ന ടേം ആദ്യമായി യൂസ് ചെയ്തിരിക്കുന്നത് ജീൻ ബാപ്റ്റിസ്റ്റ് ലാമാർക്ക് എന്ന് പറഞ്ഞ സയന്റിസ്റ്റ് ആണ്. ഇദ്ദേഹമാണ് ജീൻ ബാപ്റ്റിസ്റ്റ് ലാമാർക്ക്. നമ്മൾ ചെറിയ ക്ലാസ്സിലൊക്കെ ഇദ്ദേഹത്തെ പരിചയപ്പെട്ടിട്ടുണ്ട്, 8th പരിചയപ്പെട്ടിട്ടുണ്ട്. തിയറി ഓഫ് ഇൻഹെറിറ്റൻസ് ഓഫ് അക്വേർഡ് ക്യാരക്ടർ കൊണ്ടുവന്നിട്ടുള്ള, കോയിൻ ചെയ്തിട്ടുള്ള സയന്റിസ്റ്റ് ആയിരുന്നു ഇദ്ദേഹം. ഇദ്ദേഹത്തിന്റെ തിയറിയുടെ പേരായിരുന്നു തിയറി ഓഫ് ഇൻഹെറിറ്റൻസ് ഓഫ് അക്വേർഡ് ക്യാരക്ടേഴ്സ്. ഇതിൽ അദ്ദേഹം പറയുന്നത് ചില അവയവങ്ങൾ നമ്മൾ അമിതമായി ആശ്രയിക്കുമ്പോൾ ആ അവയവങ്ങൾ നമ്മുടെ ശരീരത്തിൽ ഓവർ ഗ്രോത്ത് ഉണ്ടാവുകയും ചില ഓർഗൻസുകൾ നമ്മൾ യൂസ് ചെയ്യാതിരുന്നാൽ ആ ഓർഗൻസ് നമ്മുടെ ബോഡിയിൽ നിന്ന് ഡിസപ്പിയർ ആയി പോവുകയും ചെയ്യുമെന്നാണ് ഇദ്ദേഹത്തിന്റെ കണ്ടുപിടുത്തം. ഇത് പിന്നീട് തെറ്റാണെന്ന് തെളിയിച്ചു. കാരണം ജിറാഫുകളുടെ നെക്ക് വർദ്ധിപ്പിച്ചു എന്നും അതേപോലെ സ്നേക്സിന് പണ്ട് ലെഗ്സ് ഉണ്ടായിരുന്നത് പിന്നീട് ഡിസപ്പിയർ ആയി പോകും എന്നൊക്കെ പറഞ്ഞ സയന്റിസ്റ്റ് ആയിരുന്നു ഇദ്ദേഹം. പക്ഷെ പിന്നീട് ഇത് തെറ്റാണെന്ന് തെളിയിക്കപ്പെട്ടു. നെക്സ്റ്റ് നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു സയന്റിസ്റ്റ് ആണ് അരിസ്റ്റോട്ടിൽ. അരിസ്റ്റോട്ടിൽ അറിയപ്പെടുന്നത് ഫാദർ ഓഫ് ബയോളജി എന്ന പേരിലാണ്. കാരണം ഇദ്ദേഹത്തിന്റെ ഗ്രേറ്റ് കോൺട്രിബ്യൂഷൻസുകൾ ഇൻ ദ ഫീൽഡ് ഓഫ് ബയോളജിയിലായിരുന്നു. ഇദ്ദേഹമാണ് ആദ്യമായി ജീവികളെ റെഡ് ബ്ലഡഡ് ആനിമൽസ് എന്നും നോൺ റെഡ് ബ്ലഡഡ് ആനിമൽസ് എന്നും വർഗീകരിച്ചത്. അതേപോലെ പ്ലാന്റ്സുകളെ ട്രീസ്, ഷ്രബ്സ് ആൻഡ് ഹെർബ്സ്, വൻമരങ്ങളെന്നും കുറ്റിച്ചെടികളെന്നും ഔഷധ സസ്യങ്ങളെന്നും ഗ്രാസസ് എന്നും ഒക്കെ ക്ലാസിഫൈ ചെയ്ത സയന്റിസ്റ്റ്. അതായത് അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ വളരെ ഏർലിയർ ക്ലാസിഫിക്കേഷൻ ആയിരുന്നു ഇതൊക്കെ. ആദ്യമായിട്ട് ജീവജാലങ്ങളെ വ്യത്യസ്ത ഗ്രൂപ്പുകളാക്കി മാറ്റിയ സയന്റിസ്റ്റ് ആണ് അരിസ്റ്റോട്ടിൽ. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷൻസുകൾ പരിഗണിച്ചുകൊണ്ട് അദ്ദേഹത്തെ ഫാദർ ഓഫ് ബയോളജി എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇദ്ദേഹത്തിന്റെ കൂടുതൽ കോൺട്രിബ്യൂഷൻസും നടന്നിട്ടുള്ളത് ഇൻ ദ ഫീൽഡ് ഓഫ് സോളജി ആണ്. അതുകൊണ്ട് ഫാദർ ഓഫ് സോളജി ആയിട്ടും ഇദ്ദേഹത്തെ കൺസിഡർ ചെയ്യുന്നുണ്ട്. ഫാദർ ഓഫ് ബോട്ടണി ആയിട്ട് കൺസിഡർ ചെയ്യുന്നത് തിയോഫ്രാസ്റ്റസ് എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ്. ഫാദർ ഓഫ് ബോട്ടണി തിയോഫ്രാസ്റ്റസ്. നെക്സ്റ്റ് നമ്മൾ ഈ വർഷം പഠിക്കാൻ പോകുന്ന ചാപ്റ്റേഴ്സിന്റെ ഒരു ഐഡിയ നിങ്ങളോട് ഷെയർ ചെയ്യാണ്. +1 നമ്മൾ 4 ടൈറ്റിലാണ് ടോപ്പിക്കുകൾ ഉള്ളത്. ഒന്ന് ഡൈവേഴ്സിറ്റി ഓഫ് ലിവിങ് ഓർഗാനിസം, സെക്കൻഡ് വൺ സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ ഇൻ പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ്, തേർഡ് വൺ സ്ട്രക്ചർ ആൻഡ് ഫങ്ഷൻ ഓഫ് സെൽ, fourth one plant physiology, and the final one human physiology. ഈ എല്ലാ സെക്ഷനുകളിലും ബോട്ടണി ചാപ്റ്റേഴ്സും സോളജി ചാപ്റ്റേഴ്സും ഇൻക്ലൂഡഡ് ആണ്. നമുക്ക് ബയോളജി എന്ന് പറയുന്ന സബ്ജക്റ്റില് ഒരുപാട് ബ്രാഞ്ചുകൾ ഡീൽ ചെയ്യപ്പെടുന്നുണ്ട്. അതില് വരുന്ന പ്രധാനപ്പെട്ട ബ്രാഞ്ചുകൾ, ഫസ്റ്റ് വൺ ഓഫ് കോഴ്സ് സോളജി, സെക്കൻഡ് വൺ ബോട്ടണി, നെക്സ്റ്റ് മൈക്രോബയോളജി, ഇക്കോളജി ആൻഡ് സൈറ്റോളജി. ഇത് മാത്രമല്ല ഒരുപാട് ബ്രാഞ്ചുകൾ ഉണ്ട്. അതിൽ സം ഓഫ് ദ ഇമ്പോർട്ടന്റ് ബ്രാഞ്ചസ് മാത്രമാണ് നമ്മളിവിടെ മെൻഷൻ ചെയ്തിട്ടുള്ളത്. സോളജി നമുക്കറിയാം, സ്റ്റഡി അബൌട്ട് ആനിമൽസ്. ബോട്ടണി സസ്യശാസ്ത്രം, സ്റ്റഡി ഓഫ് പ്ലാന്റ്സ്. മൈക്രോബയോളജി സൂക്ഷ്മ ജീവികളെ കുറിച്ചുള്ള പഠനമാണ് മൈക്രോബയോളജി എന്ന് പറയുന്നത്. എക്കോളജി എന്ന് പറയുന്നത് പരിസ്ഥിതി പഠനമാണ്. ഒരു ജീവി ജീവിക്കുന്ന അവന്റെ ചുറ്റുപാടും ആ ചുറ്റുപാടിനോട് അവൻ കാണിക്കുന്ന ഇന്ററാക്ഷനുകൾ, കൊടുക്കൽ വാങ്ങലുകളുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ശാസ്ത്രശാഖയാണ് ഇക്കോളജി. സൈറ്റോളജി മീൻസ് സ്റ്റഡി അബൌട്ട് സെൽ, നമ്മുടെ കോശങ്ങൾ. നമുക്കറിയാം ഏതൊരു ലിവിങ് ഓർഗാനിസത്തിന്റെയും ബേസിക് ആയിട്ടുള്ള സ്ട്രക്ചർ ആണ്. ദ സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് ലിവിങ് ഓർഗാനിസം, ദ ലൈഫ് ഈസ് സെൽ. അപ്പൊ ഇത്രയുമാണ് നമ്മുടെ ബ്രാഞ്ചസ് ഓഫ് ബയോളജി നമ്മൾ പഠിക്കുന്നത്. അപ്പൊ ഇതിൽ നമ്മൾ ബോട്ടണി എന്നും സോളജി എന്നും 2 ബ്രാഞ്ചിലാണ് ഈ ചാപ്റ്ററുകൾ ഡീൽ ചെയ്യുന്നത്.
അപ്പോൾ ഇത്രയും ചാപ്റ്റേഴ്സുകളാണ് നമുക്ക് ഇതിൽ പഠിക്കാൻ. അതിൽ ഒന്നാമത്തേത് ഡൈവേഴ്സിറ്റി ഓഫ് ലിവിങ് ഓർഗാനിസം, അതായത് ജീവികൾ തമ്മിലുള്ള വ്യതിയാനങ്ങൾ. നമുക്കറിയാം there are different varieties of species in the world. IUCN, International Union for Conservation of Nature and Natural Resources, ഈ സംഘടന പറയുന്നത് ഏതാണ്ട് 1.7 മുതൽ 1.8 മില്യൺ സ്പീഷീസുകൾ ഉണ്ട്. സ്പീഷീസ് എന്ന് പറഞ്ഞാൽ ജീവി വർഗങ്ങളാണ്. ഹ്യൂമൻ ബീയിങ്സ്, ഹോമോസാപ്പിയൻസ് എന്ന് പറയുന്നത് ഒരു ജീവി വർഗമാണ്. അതേപോലെയുള്ള ഇത്രയും ജീവി വർഗങ്ങളുണ്ട്. അതിൽ ഓരോ ജീവി വർഗങ്ങളിലും ബില്യൺസ് ഓഫ് ഓർഗാനിസംസും ഉണ്ട്. അപ്പൊ അതിന്റെ ഒരു വ്യത്യസ്തത അഥവാ ഡിഫറെന്റ് വെറൈറ്റീസ്, ആ ഒരു ഭാഗമാണ് ഡൈവേഴ്സിറ്റി ഓഫ് ലിവിങ് ഓർഗാനിസത്തില് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്ക്രൈബ് ചെയ്യപ്പെടുന്നത്. സെക്കൻഡ് ചാപ്റ്റർ എന്ന് പറയുന്നത് സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ, അതായത് ഒരു ജീവി, ഒരു പ്ലാന്റിന്റെയോ ഒരു ആനിമലിന്റെയോ ബേസിക് സ്ട്രക്ചർ എങ്ങനെയാണ്, സെല്ലുകൾ കൂടിച്ചേർന്ന് എങ്ങനെയാണ് ടിഷ്യൂസ് കൂടിച്ചേർന്ന് എങ്ങനെയാണ് ഓർഗൻ, അത് പിന്നീട് എങ്ങനെ ഓർഗൻ സിസ്റ്റം ആവുന്നു, ഏതൊക്കെയാണ് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ടിഷ്യൂസ്. നമുക്കറിയാം സ്കെലിറ്റൽ ടിഷ്യൂസ്, അതേപോലെ എപ്പിത്തീലിയൽ ടിഷ്യൂസ്, മസ്കുലർ ടിഷ്യൂസ്, ന്യൂറൽ ടിഷ്യൂസ്, ഇങ്ങനെ ഒരുപാട് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ടിഷ്യൂസ് ഉണ്ട്. അതേപോലെ ഓർഗൻ സിസ്റ്റം ഡിഫറെന്റ് ടൈപ്പ് ഉണ്ട് അല്ലെ. അപ്പൊ ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് പ്ലാന്റ്സിന്റെയും ആനിമൽസിന്റെയും സ്ട്രക്ചറൽ ഓർഗനൈസേഷനെ കുറിച്ച് പഠിക്കുന്ന ചാപ്റ്റർ ആണ് സെക്കൻഡ് സെക്ഷൻ എന്ന് പറയുന്നത്. തേർഡ് വൺ സെല്ലിനെ കുറിച്ചാണ്. നമുക്കറിയാം, ഞാൻ നേരത്തെ പറഞ്ഞു, there are two different type of cell, prokaryote cell and eukaryotic cell. അതായത് വളരെ ബേസിക് ആയിട്ടുള്ള ജീവികൾ, ഏകകോശ ജീവികൾ, യൂണിസെല്ലുലാർ ഓർഗാനിസത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ ലൈഫിൽ, അവരുടെ ബോഡിയിൽ നടക്കുന്ന ഏതൊരു ആക്ടിവിറ്റിയെയും കൺട്രോൾ ചെയ്യാൻ ഒരേ ഒരു സെല്ല് മാത്രമേ ഉള്ളൂ, അമീബ പോലെയുള്ള ജീവികൾക്ക് ആ സിംഗിൾ സെല്ലാണ് അവരുടെ ബോഡിയിൽ നടക്കുന്ന എല്ലാ ഫംഗ്ഷനുകളും മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അങ്ങനെയുള്ള ജീവികളെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു ട്രൂ ന്യൂക്ലിയസോ ഒരു ഡിഫൈൻഡ് ഓർഗനൽസുകളോ ഉണ്ടാവില്ല. അങ്ങനെയുള്ള സെല്ലുകളെയാണ് നമ്മൾ പ്രോകാരിയോട്ടിക് സെൽ എന്ന് വിളിക്കുന്നത്. യൂകാരിയോട്ടിക് സെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെൽ ഡിഫൈൻഡ് ന്യൂക്ലിയസും അതേപോലെ തന്നെ മെംബ്രെയിൻ ബൗണ്ട് ഓർഗനൽ. എന്താ മെംബ്രെയിൻ ബൗണ്ട് ഓർഗനൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ബേസിക് ക്ലാസ്സുകളിൽ പഠിച്ചതാണ്. മൈറ്റോകോൺട്രിയ, എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലം, ക്ലോറോപ്ലാസ്റ്റ് തുടങ്ങിയിട്ടുള്ള ഓർഗനുകളെയാണ് നമ്മൾ മെംബ്രെയിൻ ബൗണ്ട് ഓർഗനൽസ് എന്ന് വിളിക്കുന്നത്. അപ്പൊ ഇത് കാണുന്ന സെല്ലുകളെയാണ് യൂകാരിയോട്ടിക് സെൽ എന്ന് വിളിക്കുന്നത്. അപ്പൊ പ്രോകാരിയോട്ടിക് സെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക് ഗ്രൂപ്പ് ആയിട്ടുള്ള മൊണിറൻസ് അഥവാ ബാക്ടീരിയകളൊക്കെ വരുന്ന ഗ്രൂപ്പിനെയാണ് പ്രോകാരിയോട്ട് എന്ന് വിളിക്കുക. അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സെല്ലുകൾ കാണുന്ന ജീവികളെയാണ് നമ്മൾ യൂകാരിയോട്സ് എന്ന് വിളിക്കുന്നത്. അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് പ്ലാന്റ് ഫിസിയോളജിയാണ്. ഒരു പ്ലാന്റിന്റെ ശരീരത്തിൽ നടക്കുന്ന വ്യത്യസ്തമായ ലൈഫ് പ്രോസസ്സുകൾ. ഫിസിയോളജി എന്ന് പറയുമ്പോൾ ലൈഫ് പ്രോസസ്സുകൾ, അതായത് ജീവൻ നിലനിർത്താൻ വേണ്ടിയിട്ട് ഈ പ്ലാന്റിന്റെ ശരീരത്തിൽ നടക്കുന്ന വ്യത്യസ്തമായ പ്രോസസ്സുകളെയാണ് ഫിസിയോളജി. അത് പ്ലാന്റുമായിട്ട് റിലേറ്റഡ് ആയതുകൊണ്ട് ഫോട്ടോസിന്തസിസ്, റെസ്പിറേഷൻ, പ്ലാന്റ് വാട്ടർ റിലേഷൻ, പ്ലാന്റ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് തുടങ്ങിയിട്ടുള്ള മിനറൽ ന്യൂട്രീഷൻ, ഈ ചാപ്റ്ററുകളാണ് പ്ലാന്റ് ഫിസിയോളജിയിൽ നമുക്ക് പഠിക്കാനുള്ളത്. അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് ഹ്യൂമൻ ഫിസിയോളജിയാണ്. ഹ്യൂമൻ ഫിസിയോളജിയിൽ പ്രധാനമായിട്ടും നമ്മൾ പഠിക്കുന്നത് ഒരു മനുഷ്യന്റെ ശരീരത്തിൽ നിർബന്ധമായും നടന്നിരിക്കേണ്ട പ്രവർത്തനങ്ങളുണ്ട്. എന്നാൽ മാത്രമേ ആ മനുഷ്യന് അവന്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. നമ്മൾ രാവിലെ എഴുന്നേൽക്കുന്നു, ഭക്ഷണം കഴിക്കുന്നു. എന്തിനാ ഈ ഭക്ഷണം കഴിക്കുന്നത്? നമ്മുടെ ശരീരത്തിന്, സെല്ലുകൾക്ക് ആവശ്യമായ എനർജി ലഭിക്കാൻ വേണ്ടിയിട്ട്. നമ്മുടെ ലങ്സിലേക്ക് ഓക്സിജനെ എത്തിക്കുന്നുണ്ട് നോസ്ട്രിൽസ് ഉപയോഗിച്ചിട്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? ഈ പറയുന്ന നമ്മൾ കഴിച്ച ഭക്ഷണത്തിൽ നിന്നും എനർജി കിട്ടണമെങ്കിൽ ഓക്സിജൻ വേണം. സോ റെസ്പിറേഷൻ നടത്തണമെങ്കിൽ ഓക്സിജൻ വേണം. അപ്പൊ ആ ഓക്സിജനെ സപ്ലൈ ചെയ്യുന്നു. കാർബൺ ഡൈ ഓക്സൈഡ് നമ്മൾ പുറത്തു കളയുന്നു. എന്തിനു വേണ്ടിയിട്ടാണ് കാർബൺ ഡൈ ഓക്സൈഡ്? ബിക്കോസ് കാർബൺ ഡൈ ഓക്സൈഡ് ഈസ് ടോക്സിക്, പോയിസണസ്. നമ്മുടെ സെല്ലുകളിൽ അതിനെ നിർത്തി കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് ഡാമേജ് ആയി മാറും. നെക്സ്റ്റ് വൺ ബോഡി ഫ്ലൂയിഡ്സ് ആൻഡ് സർക്കുലേഷൻ. നമ്മുടെ ശരീരത്തിലെ ബ്ലഡ് എന്താ ചെയ്യുന്നത്? നമ്മുടെ സെല്ലുകളിലേക്ക് ന്യൂട്രിയൻസുകളെ എത്തിക്കണം, അതേപോലെ ഓക്സിജനെ എത്തിക്കണം, അതേപോലെ കാർബൺ ഡൈ ഓക്സൈഡിനെ സെല്ലിൽ നിന്ന് ലങ്സിലേക്ക് എത്തിക്കണം. ഇതാണ് ബോഡി ഫ്ലൂയിഡ്സിന്റെ ഫംഗ്ഷൻ. അതേപോലെ ബ്ലഡ് ആണ് നമ്മുടെ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺസിനെ ട്രാൻസ്ഫർ ചെയ്യുന്നത്. കാരണം ഹോർമോൺസുകൾക്ക് കൃത്യമായ ഡക്റ്റ് സിസ്റ്റം ഇല്ല, ട്യൂബുകളില്ല. ട്യൂബുകളിലൂടെ പോകുന്നത് എൻസൈമുകളാണ്. ഹോർമോണുകൾക്ക് മൂവ് ചെയ്യണമെങ്കിൽ ബ്ലഡിന്റെ സഹായം വേണം. അപ്പൊ ബ്ലഡ് അഥവാ ബോഡി ഫ്ലൂയിഡ്സിന്റെ സർക്കുലേഷൻ കൊണ്ട് ബോഡിക്ക് കിട്ടുന്ന ബെനിഫിറ്റ്സ് ഇത്രയുമാണ്. നെക്സ്റ്റ് വൺ എക്സ്ക്രീഷൻ. നമ്മുടെ ബോഡിയിൽ ഉണ്ടാവുന്ന വേസ്റ്റ് സബ്സ്റ്റൻസുകളെ അമോണിയ, യൂറിയ, യൂറിക് ആസിഡ്
ഇതൊക്കെ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്ന നൈട്രജനസ് ആയിട്ടുള്ള വേസ്റ്റുകളാണ്. അപ്പൊ ഈ വേസ്റ്റ് സബ്സ്റ്റൻസിനെ പുറത്ത് കളയണം. നെക്സ്റ്റ് നമ്മുടെ ന്യൂറൽ കൺട്രോൾ, ബ്രെയിനും സ്പൈനൽ കോഡും ഉപയോഗിച്ചിട്ടാണ് മനുഷ്യ ശരീരത്തിലുള്ള പ്രവർത്തനങ്ങൾ കൺട്രോൾ ചെയ്യപ്പെടുന്നത്. അപ്പൊ ഈ പ്രോസസ്സുകളൊക്കെ നടക്കുന്നത് ഹ്യൂമൻ ബോഡിയെ മെയിൻറ്റെയിൻ ചെയ്യാനാണ്, അല്ലെങ്കിൽ ലൈഫ് നിലനിർത്താനാണ്. അപ്പൊ ലൈഫ് നിലനിർത്താൻ സഹായിക്കുന്ന പ്രോസസ്സുകളെയാണ് നമ്മൾ ഫിസിയോളജി എന്ന് വിളിക്കുന്നത്. അപ്പൊ ഇത്രയും ടോപ്പിക്കുകളാണ്, ചാപ്റ്ററുകളാണ് നമുക്ക് ഈ വർഷം പഠിക്കാനുള്ളത്. ഇതിൽ നമ്മൾ ആദ്യ ചാപ്റ്ററിലേക്ക് കടക്കുകയാണ്. ഫസ്റ്റ് ചാപ്റ്ററിന്റെ പേര് ലിവിങ് വേൾഡ് എന്നാണ്. നമ്മൾ നേരത്തെ ഡൈവേഴ്സിറ്റി ഓഫ് ലിവിങ് ഓർഗാനിസം എന്ന് പറയുന്ന ഫസ്റ്റ് സെക്ഷന്റെ പേര് പറഞ്ഞു. ആ സെക്ഷനിൽ വരുന്ന ചാപ്റ്റർ ആണ് ലിവിങ് വേൾഡ് എന്ന് പറയുന്നത്. അതായത് ജീവനുമായി അല്ലെങ്കിൽ ജീവികളുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന സ്വഭാവങ്ങൾ, ദ ക്യാരക്ടേഴ്സ് റിലേറ്റഡ് വിത്ത് എ ലിവിങ് ഓർഗാനിസം ആൻഡ് ഹൗ ദീസ് ലിവിങ് ഓർഗാനിസംസ് ആർ ഡിഫേർഡ് ഫ്രം എ നോൺ ലിവിങ് ഒബ്ജക്റ്റ്. അപ്പൊ ജീവനുള്ള ഒരു ജീവി ജീവനില്ലാത്ത അചേതനമായ വസ്തുക്കളിൽ നിന്ന് എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്നുള്ള കാര്യമാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്ക്രൈബ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ അതിനു വേണ്ടിയിട്ട് ആദ്യമായി ലിവിങ് ഓർഗാനിസം ഏതൊക്കെ സ്വഭാവങ്ങളാണ് കാണിക്കുന്നത്, അപ്പൊ ഏതൊക്കെ സ്വഭാവങ്ങളാണോ ലിവിങ് ഓർഗാനിസം കാണിക്കുന്നത് അത് കാണിക്കാത്ത വസ്തുക്കളെയാണ് നമ്മൾ നോൺ ലിവിങ് ഒബ്ജക്റ്റ് എന്ന് വിളിക്കുന്നത്. അപ്പൊ നമ്മൾ പറയാൻ പോണത് പ്രോപ്പർട്ടീസ് ഓഫ് ലിവിങ് ഓർഗാനിസം ആണ്. സോ ദീസ് ആർ ദ ക്യാരക്ടേഴ്സ് ഓഫ് ലിവിങ് ഓർഗാനിസം. അപ്പൊ ക്യാരക്ടേഴ്സ് ഓഫ് ലിവിങ് ഓർഗാനിസം നമ്മൾ പറഞ്ഞു പോകുമ്പോൾ ആദ്യം നമ്മൾ മെൻഷൻ ചെയ്യേണ്ടത് ഗ്രോത്ത് ആണ്. വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ഗ്രോത്ത്? It is the increase in number or size of a cell or tissue or organs. ഒരു സെല്ലിനോ അഥവാ കോശത്തിനോ, ടിഷ്യൂവിനോ അഥവാ കലകൾക്കോ, ഓർഗൻസിനോ അവയവങ്ങൾക്കോ അവരുടെ എണ്ണത്തിലോ അല്ലെങ്കിൽ അതിന്റെ സൈസിലോ ഉണ്ടാവുന്ന വർധനവാണ് നമ്പർ ഓർ സൈസ്. ഇതിനെയാണ് നമ്മൾ ഗ്രോത്ത് എന്ന് വിളിക്കുന്നത്. അപ്പൊ ഗ്രോത്ത് എന്ന് പറയുന്നത് ഒരു ലിവിങ് ഓർഗാനിസത്തിന്റെ പ്രോപ്പർട്ടി ആണ്. സോ ഗ്രോത്ത് ഈസ് എ പ്രോപ്പർട്ടീസ് ഓഫ് ലിവിങ് ഓർഗാനിസം. ഇറ്റ് ഈസ് ഇൻക്രീസ് ഇൻ മാസ് ഓർ നമ്പർ ഓഫ് ഇൻഡിവിജ്വൽ സെൽസ് ഓർ ടിഷ്യൂസ് ഓർ ഓർഗൻസ്. ഇനി ഈ ഇൻക്രീസ് ഇൻ മാസ് എന്ന് പറയുന്നതും ഇൻക്രീസ് ഇൻ നമ്പർ എന്ന് പറയുന്നതുമാണ് ടിൻ ക്യാരക്ടറിസ്റ്റിക് ഓഫ് ലിവിങ് ക്രീച്ചേഴ്സ്. ജീവികളുടെ അടിസ്ഥാനപരമായ ഇരട്ട സ്വഭാവങ്ങളാണ് നമ്പറിലും മാസിലും ഉണ്ടാവുന്ന വർധനവ്. നമ്മൾ ചിന്തിച്ചു നോക്കാം, നമ്മുടെ ശരീരത്തിന്റെ ഭാരവും അതേപോലെ തന്നെ നമ്മുടെ ശരീരത്തിലുള്ള സെല്ലുകളുടെ നമ്പറും അനുദിനം വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ എല്ലാവരും ലിവിങ് ഓർഗാനിസം ആണ്. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ അങ്ങനെയുള്ള സ്വഭാവം കാണിക്കുന്നവരാണ് ലിവിങ് ഓർഗാനിസംസ്. ഇനി ഇതൊരു ഇന്റേണൽ ആയ പ്രോപ്പർട്ടിയാണ്, അഥവാ ലിവിങ് ഓർഗാനിസത്തിന് ഗ്രോത്ത് സംഭവിക്കുന്നത് ഇന്റേണലി ആണ്. കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിലുള്ള സെല്ലുകൾക്ക് ഡിവിഷൻ സംഭവിക്കുമ്പോൾ സെല്ലിന്റെ നമ്പർ വർദ്ധിക്കുന്നു. ഒരു സെല്ല് ഉണ്ടാവുന്നത് 2 സെല്ലാവുന്നു, 2 പിന്നീട് 4 ആവുന്നു. അപ്പോ സെല്ലുകളുടെ വർധനവ് എന്ന് പറഞ്ഞാൽ സെല്ല് നമ്മുടെ ശരീരത്തിന്റെ ഇന്നർ പാർട്ടിലാണുള്ളത്. അപ്പോ സെല്ലുകൾക്ക് ഉണ്ടാവുന്ന വർധനവ് ഒരു ഇന്റേണൽ പ്രോസസ് ആണ്. സോ ഇറ്റ് ഈസ് ആൻ ഇൻട്രിൻസിക് പ്രോപ്പർട്ടി. ഗ്രോത്ത് അഥവാ സെല്ലുകളുടെ വർധനവ് എന്ന് പറയുന്നത് ഒരു ഇന്റേണൽ ആയിട്ടുള്ള സ്വഭാവമാണ്. നെക്സ്റ്റ് പോയിന്റ്, ഒരു ജീവിക്ക് ഗ്രോത്ത് സംഭവിക്കുന്നു എന്ന് പറയുന്നത് ആ ജീവിയുടെ ശരീരത്തിൽ നടക്കുന്ന ആനബോളിക് പ്രോസസ് ആ ജീവിയുടെ ശരീരത്തിൽ നടക്കുന്ന കാറ്റബോളിക് പ്രോസസ്സിനേക്കാൾ കൂടുമ്പോഴാണ്. എന്താണ് ആനബോളിസം, എന്താണ് കാറ്റബോളിസം എന്ന് ചോദിച്ചാൽ ഒരു ലിവിങ് ഓർഗാനിസത്തിന്റെ ബോഡിയിൽ നടക്കുന്ന കെമിക്കൽ റിയാക്ഷനുകളെയാണ് നമ്മൾ മെറ്റബോളിസം എന്ന് വിളിക്കുന്നത്. സോ മെറ്റബോളിസം ഈസ് ദ സം ടോട്ടൽ ഓഫ് chemical reaction which takes place inside the body. അപ്പൊ ഒരു ജീവിയുടെ ശരീരത്തിൽ നടക്കുന്ന കെമിക്കൽ റിയാക്ഷന്റെ ആകെത്തുകയാണ് മെറ്റബോളിക് റിയാക്ഷൻസ്. ഈ മെറ്റബോളിക് റിയാക്ഷൻസിനെ നമുക്ക് 2 തരമായിട്ട് 2 ടൈപ്പ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം. The first one will be anabolism and the second one will be catabolism. Anabolism means the construct
productive process and catabolism is the destructive process. നിർമ്മാണ പ്രവർത്തനങ്ങളെയാണ് നമ്മൾ ആനബോളിസം എന്ന് വിളിക്കുന്നത്. വിഘടന പ്രവർത്തനങ്ങളെയാണ് നമ്മൾ കാറ്റബോളിസം എന്ന് വിളിക്കുന്നത്. അപ്പോ ആനബോളിക് പ്രോസസ്സും കാറ്റബോളിക് പ്രോസസ്സിനെയും ഒരുമിച്ച് വിളിക്കുന്ന പേരാണ് മെറ്റബോളിക് റിയാക്ഷൻ. ഇതിനെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ക്യാരക്ടേഴ്സ് ഓഫ് ലിവിങ് ഓർഗാനിസത്തിൽ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. അപ്പൊ തൽക്കാലം എന്താണ് ആനബോളിസം, എന്താണ് കാറ്റബോളിസം എന്ന് മനസ്സിലാവാൻ വേണ്ടി മാത്രമാണ് ഞാനിപ്പോ ആ ഒരു സ്ലൈഡ് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തന്നത്. അപ്പൊ തൽക്കാലം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഒരു ജീവിയുടെ ശരീരത്തിൽ നടക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ വിഘടന പ്രവർത്തനങ്ങളെക്കാൾ കൂടുതലാവുമ്പോഴാണ് ആ ജീവിക്ക് ആക്ച്വൽ ഗ്രോത്ത് സംഭവിക്കുന്നത്. അതാണ് നമ്മുടെ ഇവിടുത്തെ പോയിന്റ്. ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ നമ്മൾ വീണ്ടും ഈ ചാപ്റ്ററിൽ തന്നെ ഈ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യും. കാരണം ജീവികളുടെ മറ്റൊരു സ്വഭാവമാണ് മെറ്റബോളിസം. അപ്പൊ ഞാൻ ആ ഒരു പോർഷൻ വീണ്ടും ഒന്നുകൂടെ പറയും. തൽക്കാലം എന്താണ് ആനബോളിസം, എന്താണ് കാറ്റബോളിസം എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. കാരണം ആനബോളിസം എന്ന് പറഞ്ഞാൽ നിർമ്മാണ പ്രവർത്തനം. എന്താ നിർമ്മാണ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ, രണ്ട് ചെറിയ വസ്തുക്കൾ അസംബിൾ ചെയ്തിട്ട് ഒരു ബിഗർ വൺ ഉണ്ടായി, അത് ആനബോളിസം ആണ്. ഇപ്പോ അമിനോ ആസിഡുകൾ കൂടിച്ചേർന്ന് നമ്മുടെ ശരീരത്തിൽ പ്രോട്ടീൻ ഉണ്ടാവുന്നുണ്ട്, ഇത് ആനബോളിസം ആണ്. നേരെ മറിച്ച് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്ന സ്റ്റാർച്ച് വിഘടിച്ചിട്ട് ഗ്ലൂക്കോസ് ഉണ്ടാവുന്നു, ഇത് കാറ്റബോളിസം ആണ്. അപ്പോ വിഘടന പ്രവർത്തനങ്ങളാണ് കാറ്റബോളിക് പ്രോസസ്സ്, നിർമ്മാണ പ്രവർത്തനമാണ് ആനബോളിക് പ്രോസസ്സ്. അപ്പോ ജീവികൾക്ക് ഗ്രോത്ത് ഉണ്ടാവണമെങ്കിൽ നമുക്ക് ആലോചിച്ചാൽ തന്നെ മതി അല്ലെ, ആനബോളിസം എന്ന് പറയുന്ന പ്രോസസ്സ് എന്താവണം, കൂടുതലാവണം. നിർമ്മാണ പ്രവർത്തനം കൂടുമ്പോഴാണ് സ്വാഭാവികമായും ഗ്രോത്ത് സംഭവിക്കുന്നത്. അപ്പൊ ഇതാണ് ഗ്രോത്തിന്റെ അടിസ്ഥാനപരമായ സ്വഭാവം. ഇനി നമ്മൾ ഗ്രോത്തിനെ കുറിച്ച് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ നമുക്കറിയാം രണ്ട് തരം ജീവികളുണ്ട്, യൂണിസെല്ലുലാർ ഓർഗാനിസം ആൻഡ് മൾട്ടി സെല്ലുലാർ ഓർഗാനിസം. യൂണിസെല്ലുലാർ ഓർഗാനിസം എന്ന് പറയുന്നത് ഏകകോശ ജീവികളാണ്. അമീബ, ബാക്ടീരിയ, ഇതൊക്കെ യൂണിസെല്ലുലാർ ഓർഗാനിസത്തിന് എക്സാമ്പിൾ ആണ്. മൾട്ടി സെല്ലുലാർ ഓർഗാനിസം എന്ന് പറയുന്നത് ബഹുകോശ ജീവികളാണ്. ആനിമൽസും പ്ലാന്റ്സും, ഇതാണ് ബഹുകോശ ജീവികൾ എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഈ ബഹുകോശ ജീവികൾക്ക് കാണുന്ന ഗ്രോത്ത് എങ്ങനെയാണ്? കാരണം നമ്മുടെ ബോഡി ഒത്തിരി കോംപ്ലിക്കേറ്റഡ് ആണ്. ഇപ്പൊ അമീബയുടെ ഒരു ബോഡി എടുത്താൽ ഏകകോശ ജീവി എന്ന് പറഞ്ഞാൽ എന്താ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഒരു സെല്ല് മാത്രമേ ഉള്ളൂ. അവർക്ക് ഡൈജഷൻ നടത്താനും റെസ്പിറേഷൻ നടത്താനും അതേപോലെ തന്നെ വേസ്റ്റ് മെറ്റീരിയലിനെ പുറത്ത് കളയാനും ഇതിനെല്ലാം കൂടെ അവർക്ക് ആകെ ഒരു സെല്ലുകൾ മാത്രമേ ഉള്ളൂ. നേരെ മറിച്ച് ഒരു മൾട്ടി സെല്ലുലാർ ഓർഗാനിസം, ഇപ്പൊ ഹ്യൂമൻ ബീയിങ്സ്, മനുഷ്യര് ഒരു മൾട്ടി സെല്ലുലാർ ഓർഗാനിസത്തിന് എക്സാമ്പിൾ ആണ്. മനുഷ്യന്റെ ശരീരം എടുത്താൽ ബില്യൺസ് ഓഫ് സെല്ലുകൾ ഉണ്ട്. ദശലക്ഷക്കണക്കിനുള്ള ഈ സെല്ലുകൾ കൂടിച്ചേർന്ന് ടിഷ്യൂ ഉണ്ടാവുന്നു. എന്താ ടിഷ്യൂ എന്ന് പറഞ്ഞാൽ? ഒരേ ധർമ്മം നിർവഹിക്കുന്ന ഒന്നിലധികം കോശങ്ങൾ ഒരേ സ്ഥലത്ത് നിൽക്കുകയാണെങ്കിൽ ആ ഒരു കൂട്ടം കോശങ്ങൾക്ക് വിളിക്കുന്ന പേരാണ് ടിഷ്യൂ, കല എന്ന് മലയാളത്തിൽ നമ്മൾ പറയും. അപ്പോ ബഹുകോശ ജീവികളുടെ ഒന്നാമത്തെ പ്രത്യേകത, അവർക്ക് സെല്ലുകൾ മാത്രമല്ല ഉള്ളത്, ഒരേപോലെ ജോലി ചെയ്യുന്ന ഒരു കൂട്ടം സെല്ലുകൾ കൂടിച്ചേർന്നാൽ അത് ടിഷ്യൂ ആവുന്നു. ഒരേപോലെ ജോലി ചെയ്യുന്ന ഒരേ പർട്ടിക്കുലർ പൊസിഷനിൽ കാണുന്ന ഒരു കൂട്ടം ടിഷ്യൂസ് കൂടി ചേർന്നാൽ അത് ഓർഗൻസ് ആവുന്നു. അങ്ങനെ ഒരു കൂട്ടം ഓർഗൻസുകൾ കൂടി ചേർന്നാൽ ഓർഗൻ സിസ്റ്റം ആവുന്നു. ഒരുപാട് ഓർഗൻ സിസ്റ്റംസിനെ അസംബിൾ ചെയ്താൽ നമുക്ക് ഒരു ഇൻഡിവിജ്വൽ ഓർഗാനിസം ലഭിക്കുന്നു. അപ്പോ ഒത്തിരി കോംപ്ലിക്കേറ്റഡ് ആണ് ഒരു ഹയർ ഓർഗാനിസത്തിന്റെ അല്ലെങ്കിൽ മൾട്ടി സെല്ലുലാർ ഓർഗാനിസത്തിന്റെ ബോഡി എന്ന് പറയുന്നത്. ഇനി അങ്ങനെയുള്ള ഒരു മൾട്ടി സെല്ലുലാർ ഓർഗാനിസത്തിന്റെ ബോഡി അല്ലെങ്കിൽ ആ ഇൻഡിവിജ്വലിനെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയായിരിക്കും അവരുടെ ഗ്രോത്ത് എന്നാണ് പറയുന്നത്. പ്രധാനം രണ്ട് രീതിയിലാണ് നമുക്ക് ഓർഗാനിസത്തിന് പറയാൻ പറ്റുക. ഒന്ന് പ്ലാന്റ്സ് ആണ്, മറ്റൊന്ന് ആനിമൽസ് ആണ്. പ്ലാന്റ്സും ആനിമൽസും തമ്മിൽ അവരുടെ ഗ്രോത്തിൽ വലിയ വ്യത്യാസമുണ്ട്. നിങ്ങളുടെ എൻട്രൻസ് എക്സാമിനേഷന് നമുക്കറിയാം, ഈ വർഷമല്ല അടുത്ത വർഷം കഴിഞ്ഞാൽ നമുക്ക് എൻട്രൻസ് എക്സാമിനേഷൻ ഉണ്ട് അല്ലെ. അപ്പൊ അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾ ഉണ്ടാവും അല്ലെ, അല്ലാത്തവരും ഉണ്ടാവും. അപ്പൊ എൻട്രൻസിന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇനി പറയാൻ പോകുന്ന പോയിന്റ് വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മൾ ഒരിക്കലും +2 എക്സാം കഴിഞ്ഞിട്ട് അതിനെപ്പറ്റി ചിന്തിച്ചിട്ട് കാര്യമില്ല അല്ലെ. നമ്മൾ ഇപ്പോഴേ നമ്മുടെ സിലബസിന്റെ ഭാഗമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് എൻട്രൻസ് പോയിന്റുകൾ. അപ്പൊ അതുകൊണ്ട് ഓരോ ചാപ്റ്റർ കടന്നു പോകുമ്പോഴും ആ ചാപ്റ്ററിൽ വരാൻ സാധ്യതയുള്ള എൻട്രൻസ് പോയിന്റുകൾ നമ്മൾ നോട്ട് ചെയ്ത് വെക്കുന്നത് വളരെ ഉപകാരപ്രദമായിരിക്കും. അപ്പോ ഈ ചാപ്റ്ററിൽ ഞാൻ ആദ്യമായി പറയാൻ പോകുന്ന ഒരു എൻട്രൻസ് പോയിന്റ് ആണിത്. പ്ലാന്റുകളെ സംബന്ധിച്ചിടത്തോളം
അവർക്ക് അവരുടെ ഗ്രോത്ത് ത്രൂ ഔട്ട് ദെയർ ലൈഫ് സ്പാൻ ആണ്. അപ്പൊ ത്രൂ ഔട്ട് ദെയർ ലൈഫ് എന്ന് പറയുമ്പോൾ പ്ലാന്റുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജനനം മുതൽ അവരുടെ മരണം വരെ അവർക്ക് എന്തുണ്ട്? ഗ്രോത്ത് കാണാൻ പറ്റും. But in case of animals, growth is only up to a certain age. ആനിമലിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഗ്രോത്ത് ഒരു പ്രത്യേക ഏജ് ലിമിറ്റ് വരെ മാത്രമേ ഉള്ളൂ. നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ഇപ്പോൾ ഇതിനെ തുടർന്ന് പറയാനുണ്ട്. ഒന്നാമത്തെ കാര്യം, എന്തുകൊണ്ടായിരിക്കും പ്ലാന്റ്സിന് ഇങ്ങനെ ഒരു സ്വഭാവം ഉള്ളത്? എന്തുകൊണ്ടാണ് ആനിമൽസിന് ഈ ഒരു ക്യാരക്ടർ കിട്ടാതെ പോയത്? ഈ കാര്യമാണ് നമ്മൾ പറയാൻ പോകുന്നത്. അതിനു മുൻപേ എന്താണ് പ്ലാന്റ്സിന് ഈ ഒരു ക്യാരക്ടർ കിട്ടാനുള്ള കാരണം എന്നുള്ളത് നമുക്കൊന്ന് പറയാം. ഒന്നാമത്തെ പോയിന്റ്, മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസ്. എന്താണ് മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസ് എന്ന് പറഞ്ഞാൽ? ദീസ് ആർ ദ ടിഷ്യൂസ് which have the ability to continuously divide. നമ്മളിപ്പോ ഒരു പ്ലാന്റിന്റെ ബോഡിയാണ് നിങ്ങൾക്ക് ഇപ്പൊ ഈ സ്ലൈഡിൽ കാണാൻ പറ്റുന്നത്. ഈ പ്ലാന്റിന്റെ ബോഡിയിൽ നിങ്ങൾക്ക് 3 സ്ഥലങ്ങളിൽ മെരിസ്റ്റംസ് ലാബിൽ ചെയ്തത് കാണാം. ഒന്നാമതായി ഇവിടെയാണ് അപ്പിക്കൽ മെരിസ്റ്റം, സെക്കൻഡ് വൺ ഇന്റർകാലറി മെരിസ്റ്റം, തേർഡ് വൺ ലാറ്ററൽ മെരിസ്റ്റം. ആദ്യം എന്താണ് മെരിസ്റ്റം എന്ന് പറയാം. ഞാൻ നേരത്തെ ഒന്ന് പറഞ്ഞു വെച്ചു, മെരിസ്റ്റംസ് ആർ ദ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് സെൽസ് or tissue which have the ability to continuously divide. എന്താണ് അപ്പെക്സ് എന്ന് പറഞ്ഞാൽ? ഒരു പ്ലാന്റിന്റെ ഏറ്റവും ടിപ്പിലുള്ള പോർഷനെയാണ് നമ്മൾ അപ്പെക്സ് എന്ന് പറയുന്നത്. ഈ ഒരു പോയിന്റ് ആണ് ഈ പ്ലാന്റിന്റെ അപ്പെക്സ്. ഇതും ഒരു അപ്പെക്സ് ആണ്. അപ്പൊ ഇത് ഷൂട്ട് അപ്പെക്സ് ആണ്. ഷൂട്ട് പോർഷൻ എന്ന് പറഞ്ഞാൽ മണ്ണിന് മുകളിൽ പ്ലാന്റ്സിന്റെ ഭാഗത്തെയാണ് നമ്മൾ ഷൂട്ട് എന്ന് വിളിക്കുക. മണ്ണിന് താഴെയുള്ള, അതൊക്കെ നമുക്ക് വളരെ ബേസിക് ആയിട്ട് അറിയുന്ന കാര്യങ്ങളാണ് അല്ലെ. മണ്ണിന് താഴെയുള്ള ഭാഗത്തെയാണ് നമ്മൾ റൂട്ട് എന്ന് വിളിക്കുക. അപ്പൊ ഏറ്റവും ടിപ്പിലുള്ള ഷൂട്ട് ഭാഗമാണ് ഷൂട്ട് അപ്പെക്സ്. റൂട്ടിന്റെ വേരുകളുടെ ഏറ്റവും അവസാന ഭാഗമാണ് റൂട്ട് അപ്പെക്സ്. ഈ അപ്പെക്സ് ഭാഗങ്ങളിൽ കാണുന്ന, ഞാൻ നേരത്തെ പറഞ്ഞ പ്രകാരം സ്വഭാവം കാണിക്കുന്ന സെല്ലുകളെയാണ് നമ്മൾ അപ്പിക്കൽ മെരിസ്റ്റം എന്ന് പറയുന്നത്. അപ്പൊ ഷൂട്ട് അപ്പിക്കൽ മെരിസ്റ്റവും ഉണ്ടാവും, അതേപോലെ റൂട്ട് അപ്പിക്കൽ മെരിസ്റ്റവും ഉണ്ടാവും. എന്താണ് ഈ സെല്ലുകളുടെ പ്രത്യേകത? ഈ സെല്ലുകൾക്ക് തുടർച്ചയായി വിഭജനം നടത്താനുള്ള കഴിവുണ്ട്. സോ they will continuously divide. നിങ്ങൾക്കറിയാം ഡിവിഷൻ സംഭവിക്കും. എന്താ സംഭവിക്കുക അല്ലെ? സെൽസിന്റെ നമ്പർ കൂടിക്കൊണ്ടേയിരിക്കും. അപ്പോ സെല്ലിന്റെ നമ്പർ കൂടുക എന്ന് പറഞ്ഞാൽ എന്താന്ന് നമ്മളിപ്പോ പഠിച്ചത്? ഇറ്റ് ഈസ് ഗ്രോത്ത്. അപ്പൊ സെല്ലിന്റെ നമ്പറോ സെല്ലിന്റെ സൈസോ കൂടുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ഗ്രോത്ത് എന്ന് വിളിക്കുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി എന്തുകൊണ്ടാണ് പ്ലാന്റ്സുകൾക്ക് അവരുടെ ലൈഫിൽ ത്രൂ ഔട്ട് ഗ്രോത്ത് ഉള്ളത്? കാരണം അവർക്ക് മെരിസ്റ്റമെറ്റിക് ആയ ടിഷ്യൂ ഉണ്ട്. അപ്പെക്കൽ മെരിസ്റ്റംസ് കാണാം. ഇന്റർകാലറി മെരിസ്റ്റം എന്ന് പറഞ്ഞാൽ ഇന്റർ നോഡ് ഭാഗം അല്ലെ. ഒരു പ്ലാന്റിന്റെ സ്റ്റെം ആണ് ഇത് അല്ലെ. ആ സ്റ്റെമ്മിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്യുന്ന ലീഫ് ആണ് ഇത്. അപ്പോ സ്റ്റെമ്മിന്റെ ഏത് ഭാഗത്ത് നിന്നാണോ ഒരു ലീഫ് ഒറിജിനേറ്റ് ചെയ്യുന്നത് ആ പോയിന്റിനെയാണ് നമ്മൾ നോഡ് എന്ന് വിളിക്കുക. ഇതൊരു നോഡാണ്, ഇത് മറ്റൊരു നോഡാണ്, ഇത് മറ്റൊരു നോഡാണ്. രണ്ട് അടുത്തടുത്ത നോഡുകൾക്കിടയിലുള്ള ഗ്യാപ്പിനെയാണ് നമ്മൾ ഇന്റർ നോഡ് എന്ന് വിളിക്കുന്നത്. ഇതൊരു ഇന്റർ നോഡാ, ഇത് മറ്റൊരു ഇന്റർ നോഡാ. അപ്പൊ ഈ ഇന്റർ നോഡുകളുടെ റീജിയനിൽ കാണുന്ന മെരിസ്റ്റത്തിനെയാണ് നമ്മൾ ഇന്റർകാലറി മെരിസ്റ്റം എന്ന് വിളിക്കുന്നത്. മൂന്നാമത്തെ ടൈപ്പ് മെരിസ്റ്റം ആണ് ലാറ്ററൽ മെരിസ്റ്റം. ഒരു സ്റ്റെമ്മിന്റെ സൈഡ് ഭാഗങ്ങളിൽ, ഈ ഭാഗങ്ങളിൽ സൈഡിലേക്കായിട്ട് കാണുന്ന മെരിസ്റ്റത്തെയാണ് നമ്മൾ ലാറ്ററൽ മെരിസ്റ്റം എന്ന് വിളിക്കുന്നത്. ഇത് മറ്റൊരു ലാറ്ററൽ മെരിസ്റ്റം ആണ്. സ്റ്റെമ്മിന്റെ സൈഡ് ഭാഗങ്ങളിൽ കാണുന്ന മെരിസ്റ്റമാണ് ലാറ്ററൽ മെരിസ്റ്റം. ഇത് മറ്റൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. അപ്പിക്കൽ മെരിസ്റ്റംസിന്റെ നമ്പർ കൂടുന്നതിനനുസരിച്ച് ഒരു പ്ലാന്റിന്റെ ലെങ്ത് കൂടിക്കൊണ്ടേയിരിക്കും. പ്ലാന്റിന്റെ ലെങ്ത് കൂടിക്കൊണ്ടേയിരിക്കും. അതേപോലെ ലാറ്ററൽ മെരിസ്റ്റവും ഇന്റർകാലറി മെരിസ്റ്റവും കൂടുന്നതിനനുസരിച്ച് പ്ലാന്റിന്റെ വിഡ്ത്ത് അഥവാ ഗ്രിത്ത് കൂടിക്കൊണ്ടിരിക്കും. ഗ്രിത്ത് എന്ന് പറഞ്ഞാൽ അതിന്റെ വണ്ണം. അപ്പോ ഈ രണ്ട് മെരിസ്റ്റത്തിനും അതിൻ്റെതായ സിഗ്നിഫിക്കൻസ് പോയിന്റുകൾ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. സോ നമ്മളിപ്പോ പറഞ്ഞ പോയിന്റ്, പ്ലാന്റ്സുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഗ്രോത്ത് ത്രൂ ഔട്ട് ദെയർ ലൈഫ് സ്പാൻ ആണ്. അതിന് കാരണം അവർക്ക് തുടർച്ചയായി വിഭജനം നടത്താൻ കഴിവുള്ള സെല്ലുകൾ പ്രസന്റ് ആണ്. ആ സെല്ലുകളുടെ പേരാണ് മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ. അപ്പോ ആനിമൽസിനെ സംബന്ധിച്ചുള്ള പ്രോബ്ലം എന്തായിരിക്കും? They do not have these type of meristematic tissue.
തുടർച്ചയായി വിഭജനം നടത്താനുള്ള കഴിവുള്ള സെല്ലുകളാണ് മെരിസ്റ്റമെറ്റിക് ടിഷ്യൂ. അത് ഉള്ളത് കൊണ്ട് പ്ലാന്റ്സുകൾക്ക് തുടർച്ചയായി അവരുടെ ജനനം മുതൽ മരണം വരെ ഗ്രോത്ത് കാണിക്കുന്നു. നേരെ മറിച്ച് ആനിമൽസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഗ്രോത്ത് എന്ന് പറയുന്നത് ഒരു പ്രത്യേക ഏജ് ലിമിറ്റ് വരെയാണ്. കൂടുതൽ ആലോചിക്കണ്ട, നമ്മളെ കുറിച്ച് ചിന്തിച്ചാൽ മതി. നമ്മൾ ആനിമൽ അല്ലേ, ഹ്യൂമൻ ബീങ്സിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ നോക്കിക്കേ, നമ്മൾക്ക് ഒരു 45-50 വയസ്സ് വരെ മാത്രമേ ഗ്രോത്ത് ഉള്ളൂ. അപ്പൊ അത് കഴിഞ്ഞാൽ വളരൂലേ? ഇല്ല, വളരുന്നില്ല. നമുക്ക് സംഭവിക്കുന്നത് ഡീഗ്രോത്ത് ആണ്. എന്താണ് ഡീഗ്രോത്ത് എന്ന് പറഞ്ഞാല്? നമ്മൾ പിന്നെ ഏജിങ് പ്രോസസ്സിലാണ് നടക്കുന്നത് അല്ലെ. വീട്ടിൽ പ്രായമുള്ള ആളുകൾ ഉണ്ടെങ്കിൽ ശ്രദ്ധിച്ചാൽ മതി, അവരുടെ കൂടുതൽ സ്വഭാവങ്ങളും ചെറിയ കുട്ടികളുടെ സ്വഭാവത്തോടായിരിക്കും നമുക്ക് സാമ്യത കാണുന്നത് അല്ലെ. അപ്പൊ അതായത് അവര് ഡീഗ്രോത്ത് നടക്കുകയാണ്, ഏജിങ് നടക്കുക. ഇത് എല്ലാ ആനിമൽസിന്റെയും സ്വഭാവമാണ് അല്ലെ. മുഖം ചുളിയുന്നു, ശരീരത്തിലെ രോമങ്ങളൊക്കെ നരച്ചു തുടങ്ങുന്നു, ഇതൊക്കെ ഡീഗ്രോത്തിന്റെ ഭാഗമാണ്. ഏതായാലും ഗ്രോത്ത് എന്ന് പറയുന്നത് ആനിമൽസിനും പ്ലാന്റ്സിനും പൊതുവായി കാണുന്ന ഒരു സ്വഭാവമാണെങ്കിലും പ്ലാന്റ്സിനെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു പ്രത്യേകതയുണ്ട്. മെരിസ്റ്റമെറ്റിക് സെല്ലുകൾ ഉള്ളതുകൊണ്ട് അവർക്ക് തുടർച്ചയായി നഷ്ടപ്പെട്ടു പോയ സെല്ലുകളെ വീണ്ടും എന്ത് ചെയ്യാം? റീപ്ലേസ് ചെയ്യാം. പക്ഷേ ആനിമൽസിനെ സംബന്ധിച്ചിടത്തോളം they do not have that replacement option. നഷ്ടപ്പെട്ടു പോയ സെല്ലുകളെ പിന്നീട് അവർക്ക് റീപ്ലേസ് ചെയ്യാനുള്ള ഓപ്ഷൻ അവർക്ക് കാണുന്നില്ല. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ലിവിങ് ഓർഗാനിസത്തിന്റെ ഒരു പ്രധാനപ്പെട്ട സ്വഭാവമാണ് ഗ്രോത്ത്. സോ വി ക്യാൻ സേ ഗ്രോത്ത് ഈസ് എ പ്രോപ്പർട്ടി ഓഫ് ലിവിങ് ഓർഗാനിസം. ഇത് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ലിവിങ് ഓർഗാനിസത്തിന് മാത്രം ക്യാരക്ടർ ആണോ ഈ ഗ്രോത്ത്? അതായത് നോൺ ലിവിങ് ആയ ഏതെങ്കിലും ഒരു വസ്തുക്കൾക്ക് ഗ്രോത്ത് ഉണ്ടോ? ഒന്ന് ആലോചിച്ച് നോക്കിയേ കുട്ടികളെ, ഏതെങ്കിലും വസ്തുക്കൾക്ക് അങ്ങനെ ഒരു ഗ്രോത്ത് ഉണ്ടാവോ? ഉണ്ട് എന്ന് നമ്മൾ പറയേണ്ടി വരും. കാരണം നമ്മളെ നാടുകളില് അല്ലെ കുന്നുകള് മലകള് ഒക്കെ നമ്മൾ കാണുന്നുണ്ട് അല്ലെ. അതേപോലെ തന്നെ സാൻഡ് ഡ്യൂൺസ് കാണുന്നുണ്ട്, അതേപോലെ തന്നെ സ്നോ മൗണ്ടെയിൻസ് കാണുന്നുണ്ട്, ഡെസേർട്ടുകൾ കാണുന്നുണ്ട്. ഇതിനൊക്കെ എന്ത് സംഭവിക്കുന്നുണ്ട്? വളർച്ച സംഭവിക്കുന്നുണ്ട്, വലുതായിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. അപ്പൊ ഇത് ഗ്രോത്ത് ആണോ എന്ന് ചോദിച്ചാൽ അതിന്റെ ക്ലിയർ ആയ ഐഡിയ നമ്മൾ പറയേണ്ടിയിരിക്കുന്നു. നമ്മളിപ്പോ ഗ്രോത്ത് എന്നും നോൺ ലിവിങ് ഓർഗാനിസത്തിന്റെ പ്രോപ്പർട്ടി ആണോ എന്നുള്ള കാര്യമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് അല്ലെ. അപ്പോ നോൺ ലിവിങ് ഓർഗാനിസത്തിന് അഥവാ ഒബ്ജക്റ്റുകൾക്ക് ഗ്രോത്ത് കാണുന്നുണ്ട് എന്ന് നമ്മൾ പറയുമ്പോൾ എന്താണ് ലിവിങ് ഓർഗാനിസം കാണിക്കുന്ന ഗ്രോത്തും ഈ നോൺ ലിവിങ് ഒബ്ജക്റ്റുകൾ കാണിക്കുന്ന ഗ്രോത്തും തമ്മിലുള്ള ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു ഡിമാർക്കേഷൻ എന്താണ്? ഒന്നാമത്തെ പോയിന്റ് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ്. ലിവിങ് ഓർഗാനിസത്തിന്റെ ഗ്രോത്ത് എന്ന് പറയുന്നത് ഇന്റേണൽ ആയിട്ടുള്ള പ്രോസസ് ആണ്. പക്ഷേ നോൺ ലിവിങ് ഒബ്ജക്റ്റുകളുടെ ഗ്രോത്ത് എന്ന് പറയുന്നത് എക്സ്റ്റേണൽ പ്രോസസ് ആണ്. ഏതുപോലെ? ഇപ്പൊ ഒരു ആള് നമ്മൾ രാവിലെ എഴുന്നേറ്റ് ക്ലാസ്സിലേക്ക് പോവാണ്. അപ്പൊ നമ്മുടെ വീടിന് മുമ്പിലായിട്ട് ഒരു കൊട്ട മണൽ ഉണ്ട് എന്ന് വിചാരിക്കാം. നമ്മള് ക്ലാസ് ഒക്കെ കഴിഞ്ഞ് വൈകിട്ട് വീട്ടിൽ തിരിച്ചെത്തിയപ്പോ നമ്മൾ രാവിലെ കണ്ട ആ സ്ഥലത്ത് ഒരു 10 കൊട്ട മണലിന്റെ ക്വാണ്ടിറ്റി അവിടെ കാണുന്നുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതെന്താ? ഗ്രോത്താ. പക്ഷേ ഒരു ലിവിങ് ഓർഗാനിസത്തിന്റെ ഇന്റേണൽ ആയ സെല്ലുകൾ ഡിവൈഡ് ചെയ്തതുപോലെ ഇവിടെ എന്തെങ്കിലും ഡിവിഷൻ, മണലിന്റെ സെല്ലുകൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ടായതാണോ ഇത്? അല്ല. ഇത് അക്യുമുലേഷൻ ഓഫ് മെറ്റീരിയൽ ആണ്. ഏതോ ഒരാൾ, ഒരു എക്സ്റ്റേണൽ ആയ ഒരു ഏജന്റ് എന്ത് ചെയ്തു? അവിടേക്ക് ഒരു 9 കൊട്ട മണൽ കൊണ്ടുപോയി ഇട്ടതാണ്. അതല്ലെങ്കിൽ മൗണ്ടെയിൻസ് ഉണ്ടാവുന്ന ഗ്രോത്ത് എന്ന് പറയുന്നത് അതിന്റെ സർഫസിൽ കൂടുതൽ മണ്ണ് വന്ന് അടിഞ്ഞാണ് അതിന്റെ സൈസ് വർദ്ധിക്കുന്നത്. അപ്പൊ ഇതൊരു പ്യുവർ എക്സ്റ്റേണൽ പ്രോസസ് ആണ്. പക്ഷേ ലിവിങ് ഓർഗാനിസത്തിന്റെ ഗ്രോത്ത് എന്ന് പറയുന്നത് ഇന്റേണൽ ആയിട്ടുള്ള പ്രോസസ് ആണ്. സോ ദാറ്റ് ഈസ് ദ മെയിൻ ഡിഫറൻസ് ബിറ്റ്വീൻ ദ accumulation and the growth found in the living organism. പക്ഷെ ഇവിടെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. പ്രോപ്പർട്ടി ഓഫ് ലിവിങ് ഓർഗാനിസം ആണ് ഗ്രോത്ത്, നമ്മൾ സമ്മതിച്ചു കഴിഞ്ഞു. പക്ഷേ ഡിഫൈനിങ് പ്രോപ്പർട്ടി ആണോ എന്നൊരു ചോദ്യം. അപ്പൊ ആദ്യം നമ്മൾ ഈ പ്രോപ്പർട്ടിയും ഡിഫൈനിങ് പ്രോപ്പർട്ടിയും നമ്മളെ വ്യത്യാസം എന്താണെന്ന് ആദ്യം മനസ്സിലാക്കുക. എന്നാൽ മാത്രമേ നമുക്ക് ഇവിടെ ഗ്രോത്ത് ഡിഫൈനിങ് പ്രോപ്പർട്ടി ആണോ എന്ന് പറയാൻ പറ്റുള്ളൂ. ഇപ്പൊ നമ്മുടെ കയ്യിൽ 2 ഗ്രൂപ്പാണ് ഉള്ളത് അല്ലെ. ഒരു ഗ്രൂപ്പ് എന്ന് പറയുന്നത് ലിവിങ് ഓർഗാനിസം, മറ്റൊരു ഗ്രൂപ്പ് എന്ന് പറയുന്നത് നോൺ ലിവിങ് ഒബ്ജക്റ്റ്. ഇപ്പൊ തൽക്കാലം ഞാൻ ടീച്ചേഴ്സ് ആൻഡ് ഡോക്ടേഴ്സ് ഇങ്ങനെ 2 ഗ്രൂപ്പാന്ന് വിചാരിച്ചു. അപ്പൊ ടീച്ചേഴ്സ് രാവിലെ കോളേജോ സ്കൂളോ എത്തിക്കുന്നു. രാവിലെ 10 മണിയാവുമ്പോഴത്തേക്കും അവർ സ്കൂളിൽ കയറുന്നു എന്ന് വിചാരിക്കാം. അപ്പൊ ടീച്ചേഴ്സിന്റെ ഒരു പ്രോപ്പർട്ടി ആണ് ഏർലി മോർണിംഗ് 10 o'clock they will attend the class. ഇനി ഇത്
ടീച്ചേഴ്സിന്റെ ഒരു ഡിഫൈനിങ് പ്രോപ്പർട്ടി ആണ് എന്ന് എനിക്ക് പറയണമെങ്കിൽ ടീച്ചേഴ്സ് മാത്രമായിരിക്കണം രാവിലെ 10 മണിക്ക് ക്ലാസ്സിൽ എത്തുന്നത്. ഒരു ഡോക്ടർ പോലും എന്ത് ചെയ്യാൻ പാടില്ല, 10 മണിക്ക് അയാളുടെ ക്ലിനിക്കിൽ എത്താൻ പാടില്ല. അപ്പൊ എനിക്ക് പറയാം എന്ത്, ഇത് ടീച്ചേഴ്സിന്റെ ഡിഫൈനിങ് പ്രോപ്പർട്ടി ആണ്. നമ്മളിവിടെ ലിവിങ്ങും നോൺ ലിവിങ്ങും തമ്മിലുള്ള കാര്യമാണ് പറയുന്നത്. അപ്പോൾ ലിവിങ് ഓർഗാനിസത്തിന്റെ ഡിഫൈനിങ് പ്രോപ്പർട്ടി ആണെന്ന് പറയണമെങ്കിൽ ലിവിങ് ഓർഗാനിസത്തിലുള്ള എല്ലാവരും ഈ സ്വഭാവം കാണിക്കണം. അതായത് എല്ലാ ടീച്ചേഴ്സും രാവിലെ 10 മണിക്ക് വരണം അല്ലെ. അപ്പൊ അത് ഓക്കെ ആണ്, ഇത് ഇവിടെ സാറ്റിസ്ഫൈഡ് ആണ്. കാരണം എന്താ, എല്ലാ ജീവികളുടെയും പൊതു സ്വഭാവമാണ് ഗ്രോത്ത്. അപ്പൊ ഒന്നാമത്തെ കണ്ടീഷൻ ഇവിടെ സാറ്റിസ്ഫൈഡ് ചെയ്യപ്പെട്ടു. ഇനി രണ്ടാമത്തെ കണ്ടീഷൻ, അടുത്ത ഗ്രൂപ്പ് ഏതാ, നോൺ ലിവിങ് തിങ്സ്. അതിൽ ആരെങ്കിലും ഒരാളെങ്കിലും ഈ സ്വഭാവം കാണിക്കുന്നുണ്ടോ? ഉണ്ട്. മൗണ്ടെയിൻ നോൺ ലിവിങ്, ഡെസേർട്ട് നോൺ ലിവിങ്, സാൻഡ് നോൺ ലിവിങ്. അപ്പൊ ഇവർക്കൊക്കെ ഈ സ്വഭാവം ഉണ്ട്. അപ്പൊ നമുക്ക് എന്ത് പറയാം, ലിവിങ് ഓർഗാനിസത്തിന്റെ പ്രോപ്പർട്ടിയാണ് ഗ്രോത്ത്. ബട്ട് this cannot be considered as a defining property of living organism. അപ്പൊ ഗ്രോത്ത് എന്ന് പറയുന്നത് ലിവിങ് ഓർഗാനിസത്തിന്റെ പ്രോപ്പർട്ടി ആണ്, പക്ഷെ അതൊരു ഡിഫൈനിങ് പ്രോപ്പർട്ടി അല്ല. എന്തായിരുന്നു ഡിഫൈനിങ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ, ഒരു ഗ്രൂപ്പിലുള്ള എല്ലാ അംഗങ്ങളും ആ സ്വഭാവം കാണിക്കണം. അതേപോലെ മറ്റൊരു ഗ്രൂപ്പിലെ ഒരാൾ പോലും ആ സ്വഭാവം കാണിക്കാനും പാടില്ല. അപ്പോഴാണ് അതൊരു ഡിഫൈനിങ് പ്രോപ്പർട്ടി ആവുന്നത്. സോ ഗ്രോത്ത് ഈസ് നോട്ട് എ ഡിഫൈനിങ് പ്രോപ്പർട്ടി. ഞാൻ നേരത്തെ ഒരു എൻട്രൻസ് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു, പ്ലാന്റ്സിന്റെയും ആനിമൽസിന്റെയും ഗ്രോത്തിലുള്ള വ്യത്യാസം വെച്ചിട്ട്. ഇത് രണ്ടാമത്തെ ഒരു എൻട്രൻസ് പോയിന്റ് ആണ്. ഗ്രോത്ത് ഈസ് നോട്ട് എ ഡിഫൈനിങ് പ്രോപ്പർട്ടി ഓഫ് ലിവിങ് ഓർഗാനിസം. ഇനി നമ്മൾ മറ്റൊരു പ്രോപ്പർട്ടിയിലേക്ക് കടക്കുകയാണ്, റീപ്രൊഡക്ഷൻ. അപ്പോ ദ പ്രോപ്പർട്ടീസ് ഓഫ് ലിവിങ് ഓർഗാനിസത്തിലെ ഒന്നാമത്തെ പ്രോപ്പർട്ടിയാണ് നമ്മളിപ്പോ പഠിച്ചത്, ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ്. സെക്കൻഡ് പ്രോപ്പർട്ടി ആയിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് റീപ്രൊഡക്ഷൻ ആണ്. അതിന്റെ ഇടയിൽ നമുക്ക് ഒരുപാട് പ്രോപ്പർട്ടീസ് കാണാം, അത് ഓരോന്നും നമുക്കൊന്ന് പറയാം, എന്നിട്ട് റീപ്രൊഡക്ഷനിലേക്ക് വരാം. സെക്കൻഡ് വൺ, എനർജി മെറ്റബോളിസം. ഇപ്പൊ നമ്മളത് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തു. ഒരു ജീവിയുടെ ശരീരത്തിൽ അയാൾക്ക് എനർജി കിട്ടിയെങ്കിൽ മാത്രമേ ആ ജീവിക്ക് അയാളുടെ ലൈഫ് സേവ് ചെയ്തുകൊണ്ട് മുമ്പോട്ട് ജീവിതം കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. അത് യൂണിസെല്ലുലാർ ഓർഗാനിസം ആയാലും ശരി, മൾട്ടി സെല്ലുലാർ ഓർഗാനിസം ആയാലും ശരി. അപ്പൊ അതിനു വേണ്ടിയിട്ട് ആ ജീവിയുടെ ശരീരത്തിൽ നടക്കുന്ന ടോട്ടൽ കെമിക്കൽ റിയാക്ഷൻ, രാസപ്രവർത്തനങ്ങളുടെ ആകെ തുകയാണ് മെറ്റബോളിസം. നെക്സ്റ്റ് വൺ, തേർഡ് വൺ, ഹോമിയോസ്റ്റാസിസ്. എന്താണ് ഹോമിയോസ്റ്റാസിസ് എന്ന് പറഞ്ഞാൽ, നമുക്ക് ഒരു റിലേറ്റീവ്ലി കൺട്രോൾഡ് ആയ, കോൺസ്റ്റന്റ് ആയ ഇന്റേണൽ എൻവയറമെന്റ് ഉണ്ട്. ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. അപ്പൊ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ബോഡി ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 37 ഡിഗ്രി സെൽഷ്യസ് ആണ്. അപ്പൊ ഈ 37 ഡിഗ്രി സെൽഷ്യസിനേക്കാൾ കൂടുതലുള്ള ഒരു കാലാവസ്ഥയിൽ നമ്മൾ എത്തി എന്ന് വിചാരിച്ചു. ഇപ്പോ മാർച്ച്, ഏപ്രിൽ മാസങ്ങളിലൊക്കെ ചിലപ്പോൾ 45-50 ഡിഗ്രി ഒക്കെ ഗൾഫ് കൺട്രീസിലൊക്കെ വരാറുണ്ട്. നമ്മുടെ നാട്ടിൽ ഒരു 38-40 ഒക്കെ അടുത്ത് വരാറുണ്ട്. അപ്പൊ ഈ ഒരു ടെമ്പറേച്ചറിൽ എത്തിയ നമ്മുടെ ബോഡി അതിനോട് എങ്ങനെ റെസ്പോണ്ട് ചെയ്യും? നമ്മുടെ ബോഡിയിൽ സ്വെറ്റിംഗ് ഉണ്ടാവുന്നു. അപ്പൊ നമ്മൾ വേർത്ത് കഴിഞ്ഞാൽ ഉടനെ നമ്മുടെ ബോഡി എന്ത് ചെയ്യുന്നു? കൂൾ ഡൗൺ ആവുന്നു. അപ്പൊ ബോഡിക്കകത്ത് എപ്പോഴും എത്ര ഡിഗ്രി തന്നെ വേണം? 37 ഡിഗ്രി തന്നെ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഒരു മെക്കാനിസം ആണ് സ്വെറ്റിംഗ്. നേരെ തിരിച്ചാലോചിച്ച് നോക്കുക, നമ്മളൊരു 10 ഡിഗ്രി അല്ലെങ്കിൽ ഒരു 8 ഡിഗ്രി സെൽഷ്യസിലേക്കൊക്കെ നമ്മൾ എത്തി, തണുപ്പുള്ള ഒരു അന്തരീക്ഷത്തിൽ നമ്മൾ എത്തിയാൽ ഉടനെ ബോഡി എന്ത് ചെയ്യും? ഷിവറിങ് ചെയ്യും. അപ്പൊ ഷിവറിങ് ചെയ്യുന്നതിലൂടെ ബോഡി എന്താ ഉദ്ദേശിക്കുന്നത്? നമ്മുടെ ഇന്റേണൽ ടെമ്പറേച്ചർ ബൂസ്റ്റ് ചെയ്യുന്നു, കൂട്ടുന്നു. അപ്പൊ വീണ്ടും ഇത് 37 ഡിഗ്രി സെൽഷ്യസിലേക്ക് വരും. അപ്പൊ ഇവിടെ പറഞ്ഞു വരുന്നത്, നമ്മുടെ ശരീരത്തിന്റെ പുറത്തുള്ള കാലാവസ്ഥ ചൂടാണെങ്കിലും തണുപ്പാണെങ്കിലും അത് ഒരേപോലെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി നമ്മുടെ ശരീരത്തിലുള്ള ഇന്റേണൽ ഓർഗൻസുകളുടെ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആയിരിക്കും, അത് മാറില്ല. ഈ ഒരു സ്വഭാവത്തെയാണ് നമ്മൾ ഹോമിയോസ്റ്റാസിസ് എന്ന് വിളിക്കുന്നത്. ഇത് എല്ലാ ജീവികൾക്കും ഇല്ല, മാമൽസിന്റെയും ബേർഡ്സിന്റെയും ക്യാരക്ടറാണ് അല്ലെ. പക്ഷികൾക്കും സസ്തനികൾക്കുമാണ് ഈ ഒരു സ്വഭാവം ഉള്ളത്. ഫോർത്ത് വൺ, അഡാപ്റ്റേഷൻ. ആ ഒരു വാക്ക് നമുക്ക് ഫെമിലിയർ ആയിരിക്കും. അഡാപ്റ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാടുമായി ബന്ധപ്പെട്ടിട്ട് ആ ചുറ്റുപാടിനോട് പൊരുത്തപ്പെട്ട് ജീവിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ശരീരത്തിൽ നമ്മൾ കാണിക്കുന്ന മാറ്റങ്ങളെയാണ് നമ്മൾ അഡാപ്റ്റേഷൻ എന്ന് വിളിക്കുന്നത്. ഇപ്പൊ എക്സാമ്പിൾ പറയുമ്പോൾ നമുക്ക് കൂടുതൽ അത് റിലേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഞാനൊരു എക്സാമ്പിൾ പറയാം. ഇപ്പോ അറബ് കൺട്രീസിൽ ഡെസേർട്ട് ആണ്, നമുക്കറിയാം അല്ലെ. അപ്പൊ അവിടെ ജീവിക്കുന്ന പ്ലാന്റ്സുകൾ നമ്മൾ ശ്രദ്ധിച്ചാൽ കൂടുതലും കള്ളിമുൾ ചെടികളാണ് അല്ലെ. അതായത് അവർക്ക് ലീഫിന് പകരം തോൺസ് ആണുള്ളത്. എന്തായിരിക്കും ഈ ഒരു അഡാപ്റ്റേഷന്റെ കാരണം?
ഡെസേർട്ട് എന്ന് പറഞ്ഞാൽ വാട്ടർ സ്കേഴ്സിറ്റി ഏരിയ ആണ്, വെള്ളത്തിന് അഭാവമുള്ള സ്ഥലങ്ങളാണ് അല്ലെ. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ജീവിക്കുന്ന പ്ലാന്റ്സുകൾ, എവിടെ ജീവിക്കുന്ന പ്ലാന്റ്സ് ആണെങ്കിലും അവർക്ക് ട്രാൻസ്പിറേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് നടക്കും. എന്താ ട്രാൻസ്പിറേഷൻ എന്ന് പറഞ്ഞാൽ? വാട്ടർ ലോസ്. നിങ്ങൾ 8th പഠിച്ചതാണ് വാട്ടർ ലോസ്. വെള്ളം നീരാവിയായി പ്ലാന്റ്സിന്റെ സ്പെഷ്യൽ ഓപ്പണിംഗ് ആയ സ്റ്റൊമാറ്റയിലൂടെ നഷ്ടപ്പെടുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ട്രാൻസ്പിറേഷൻ എന്ന് വിളിക്കുന്നത്. അപ്പോ ഏതൊരു പ്ലാന്റ്സിനും സ്റ്റൊമാറ്റയിലൂടെ വെള്ളം നഷ്ടപ്പെട്ടു പോകുന്നു. പക്ഷേ ഡെസേർട്ടിൽ ജീവിക്കുന്ന പ്ലാന്റ്സ് എന്ന് പറയുമ്പോൾ അത് ക്രൂഷ്യൽ ആണ്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം വെള്ളം കിട്ടാനില്ല. അപ്പോൾ ഒരുപാട് വെള്ളം ഇങ്ങനെ പ്ലാന്റ്സിന്റെ ലീഫിന്റെ സ്റ്റൊമാറ്റയിലൂടെ നഷ്ടപ്പെട്ടു പോയാൽ അത് അവരുടെ മുമ്പോട്ടുള്ള ജീവിതത്തിനെ സാരമായി ബാധിക്കും. അപ്പൊ അതിനു വേണ്ടിയിട്ട് ആ പ്ലാന്റ് എന്ത് ചെയ്തു? ആ പ്ലാന്റ് ചെയ്ത കാര്യമാണ് അതിന്റെ ലീഫുകളെ മോഡിഫൈ ചെയ്ത് തോണാക്കി മാറ്റി, മുള്ളുകളാക്കി മാറ്റി. അതുകൊണ്ട് 2 ബെനിഫിറ്റാ ഉള്ളത്. ഒന്ന്, അതിനെ അറ്റാക്ക് ചെയ്യാൻ വരുന്ന പ്രഡേറ്റേഴ്സ്, വേറെ ആനിമൽസ് ഉണ്ടാവും, ഭക്ഷണമായിട്ടൊക്കെ യൂസ് ചെയ്യുന്ന ആനിമൽസ് ഉണ്ടാവും. അപ്പൊ ഈ മുള്ളു കാണുമ്പോൾ ഈ ആനിമൽ ഇവനെ അറ്റാക്ക് ചെയ്യില്ല. അപ്പൊ പ്ലാന്റ് രക്ഷപ്പെട്ടു. എസ്കേപ്പ് മെക്കാനിസം ആണ്. രണ്ടാമത്തെ നമ്മളിപ്പോ പറഞ്ഞു, എന്ത്? വെള്ളം നഷ്ടപ്പെടുന്നത് ലീഫിലൂടെയാണ്. അപ്പൊ ഇവിടെ ലീഫില്ല, പകരം എന്താ ഉള്ളത്? തോൺസ് ഉള്ളത്. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ സ്വാഭാവികമായിട്ട് ഒരു സംശയം മനസ്സിൽ തോന്നാം, ലീഫിലൂടെ അല്ലേ ഫോട്ടോസിന്തസിസ് നടത്തുന്നത്? അപ്പൊ ലീഫില്ലെങ്കിൽ ഈ പ്ലാന്റ്സിന് എങ്ങനെ ഫോട്ടോസിന്തസിസ് നടക്കും? അതിനുള്ള ആൻസർ ആണ് പറയുന്നത്, ഇവരുടെ സ്റ്റെമ്മ് മോഡിഫൈ ചെയ്തിട്ട് ലീഫിന്റെ ഫംഗ്ഷൻ നടത്തും. അപ്പൊ അതുകൊണ്ടാണ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, ഈ കള്ളിമുൾ ചെടികളുടെ ഒക്കെ സ്റ്റെം എടുത്തു കഴിഞ്ഞാൽ ഭയങ്കര ഫ്ലഷി ആയിരിക്കും, നല്ല വാട്ടർ കണ്ടന്റ് ഉണ്ടാവും അല്ലെ. നമ്മുടെ സാധാരണ നാട്ടിലുള്ള പ്ലാന്റ്സിന്റെ സ്റ്റെം പോലെയല്ല അല്ലെ. അത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്ടർ കണ്ടന്റ് ഉള്ള ഈ സ്റ്റെമ്മുകളാണ് അവിടെ ഫോട്ടോസിന്തസിസ് നടത്തുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഇതൊരു അഡാപ്റ്റേഷൻ ആണ്. വേറെയും നമുക്ക് പറയാം, ക്യാമൽസിന്റെ മുതുകില് അല്ലെ, അവരുടെ ഡോർസൽ റീജിയനിൽ നിങ്ങൾക്ക് കാണാം ഒരു ഹംബ് എന്ന് പറയുന്ന ഭാഗം, അത് വാട്ടർ സ്റ്റോറേജിന് വേണ്ടിയിട്ടുള്ളതാണ്. ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇതാണ് അഡാപ്റ്റേഷൻ. നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാടിനോട് പൊരുത്തപ്പെട്ട് ജീവിക്കാൻ ആ ജീവി കാണിക്കുന്ന മാറ്റങ്ങൾക്കാണ് അഡാപ്റ്റേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, റെസ്പോൺസ് ടു സ്റ്റിമുലൈ. റെസ്പോൺസ് ടു സ്റ്റിമുലൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്തു നിന്നും ഉണ്ടാവുന്ന സ്റ്റിമുലസുകളോട് ഒരു ജീവി എങ്ങനെ പ്രതികരിക്കുന്നു, ഇതാണ് റെസ്പോൺസ് ടു സ്റ്റിമുലൈ. അപ്പോ എക്സ്റ്റേണൽ ആയിട്ടുള്ള എൻവയറമെന്റിൽ നിന്നും പലതരത്തിലുള്ള സ്റ്റിമുലസുകൾ, ചിലപ്പോൾ അത് ഹീറ്റ് ആവാം, ചിലപ്പോൾ കോൾഡ് ആവാം, ചിലപ്പോൾ എന്തെങ്കിലും പെയിൻഫുൾ ആയിട്ടുള്ള സംഗതികളാവാം. അപ്പൊ ഇതിനോടൊക്കെ ജീവികൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്? പ്രതികരിക്കുന്നുണ്ട്. ആ പ്രതികരണത്തെയാണ് നമ്മൾ റെസ്പോൺസ് ടു സ്റ്റിമുലൈ എന്ന് വിളിക്കുന്നത്. നെക്സ്റ്റ് വൺ, സെൽ. സെൽ എന്ന് പറഞ്ഞാൽ ഒരു ജീവിയുടെ വളരെ ബേസിക് ആയ അടിസ്ഥാനപരമായ സ്ട്രക്ചർ ആൻഡ് യൂണിറ്റ് ആണ് എന്ത്? സെൽ എന്ന് പറയുന്നത്. കാരണം അത് യൂണിസെല്ലുലാർ ആയാലും മൾട്ടി സെല്ലുലാർ. ഇപ്പൊ ഒരു വീട് പോലെ മനസ്സിൽ കാണുക കുഞ്ഞുങ്ങളെ. വീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ബേസിക് ആയിട്ട് എന്തുണ്ട്? ബ്രിക്സ് ഉപയോഗിച്ച് ഉണ്ടാക്കിയത് അല്ലെ. അപ്പൊ അതിൽ വേറെ റൂമുകളും അതേപോലെ തന്നെ നമുക്ക് വെൽ ഫേർണിഷ്ഡ് ആയിട്ടുള്ള ബാക്കി ഒരുപാട് മെഷീനറീസ് ആ വീട്ടിലുണ്ടാവും. എന്നാലും ആ ഇഷ്ടിക അല്ലെങ്കിൽ അതിന്റെ ബ്രിക്ക് അതല്ലെങ്കിൽ കല്ലുകൾ, ആ കല്ലുകളാണ് അതിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. അതേപോലെയാണ് ഏതൊരു ജീവിയുടെയും അടിസ്ഥാനപരമായ കാര്യം. അവന് ഓർഗൻസ് ഉണ്ട്, അവന് ടിഷ്യൂസ് ഒക്കെ ഉണ്ടെങ്കിലും ഏറ്റവും ബേസിക് യൂണിറ്റ് എന്ന് പറയുന്നത് സെല്ലുകളാണ്. ഓക്കെ, അപ്പൊ ആ സെല്ലുകളുടെ കാര്യമാണ് നമ്മൾ ഇതിൽ ഒരു എന്താ പറയുന്നത് ലൈഫിന്റെ അല്ലെങ്കിൽ ജീവികളുടെ ഒരു ക്യാരക്ടേഴ്സ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നെക്സ്റ്റ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് റീപ്രൊഡക്ഷൻ ആണ്. അപ്പൊ റീപ്രൊഡക്ഷന്റെ പ്രത്യേകത അല്ലെങ്കിൽ എന്താണ് റീപ്രൊഡക്ഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇറ്റ് ഈസ് ദ ബയോളജിക്കൽ പ്രോസസ് ഇൻ വിച്ച് ഓഫ്സ്പ്രിങ്സ് ആർ പ്രൊഡ്യൂസ്ഡ്. എന്താണ് ഓഫ്സ്പ്രിങ്സ് എന്ന് പറഞ്ഞാൽ? ന്യൂ ഓർഗാനിസത്തെയാണ് നമ്മൾ ഓഫ്സ്പ്രിങ്സ് എന്ന് വിളിക്കുന്നത്. അതായത് പ്രത്യുൽപാദനമായിട്ടുള്ള അല്ലെങ്കിൽ ആ പ്രോസസ്സിലൂടെ ജനിക്കുന്ന പുതിയ ആളുകൾ, അവരെയാണ് നമ്മൾ ഓഫ്സ്പ്രിങ് എന്ന് വിളിക്കുന്നത്. ഈ ഓഫ്സ്പ്രിങ്ങുകൾ ഉണ്ടാവുന്നത് പാരന്റ്സുകളുടെ DNA അഥവാ അവരുടെ ജനറ്റിക് മെറ്റീരിയലുകൾ കൂടി ചേർന്നിട്ട് അതിൽ നിന്നുമാണ് പുതിയ തലമുറ രൂപം കൊള്ളുന്നത്. ഇനി നമുക്ക് ഇതിൽ ഓരോ പ്രോസസ്സുകൾ, ഇതിൽ ചിലതെങ്കിലും നമ്മൾ ഒരിത്തിരി ഡീറ്റെയിൽ ആയിട്ട് പറയണം. അപ്പൊ നമ്മൾ ഗ്രോത്ത് ഇപ്പോൾ ഓൾറെഡി എന്ത് ചെയ്തു? ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞു. ഇനി നമ്മൾ നെക്സ്റ്റ് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പോകുന്ന പ്രോസസ് ആണ് റീപ്രൊഡക്ഷൻ. അങ്ങനെ നമ്മൾ ചില പ്രോസസ്സുകൾ ഇത്തിരി ഡീറ്റെയിൽ ആയിട്ട് ഇതിൽ പറയുന്നുണ്ട്. കാരണം അത് ഒന്നിലധികം ഓർഗാനിസംസ് കാണിക്കുന്ന സ്വഭാവമാണ്. അതേപോലെ വളരെ പ്രധാനപ്പെട്ട ലൈഫ് പ്രോസസ്സുകൾ ആയതുകൊണ്ട് ആ ക്യാരക്ടറുകളെ നമ്മൾ ഇത്തിരി ഡീറ്റെയിൽ ആയിട്ട് പറയണം. സോ ഫസ്റ്റ് വൺ, ഗ്രോത്ത് ഈസ് ഓവർ. Second one will be reproduction. Reproduction എന്ന് പറയുമ്പോൾ ആദ്യ ചോദ്യം വാട്ട് ഈസ് റീപ്രൊഡക്ഷൻ? അതിന്റെ ആൻസർ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു അല്ലെ. റീപ്രൊഡക്ഷൻ എനേബിൾസ് ദ കണ്ടിന്യൂറ്റി ഓർ ഇറ്റ് പ്രൊവൈഡ് ദ ന്യൂ സ്പീഷീസ്. രണ്ടാമത്തെ ചോദ്യം
why is reproduction and how is reproduction? ഇതില് why is reproduction എന്ന ചോദ്യം, എന്തിനാണ് റീപ്രൊഡക്ഷൻ നടക്കുന്നത്, ആ ചോദ്യത്തിന്റെ ആൻസർ നമുക്ക് ലളിതമായിട്ടൊന്ന് പറഞ്ഞു നോക്കാം. നമ്മൾ ആലോചിച്ച് നോക്കിക്കേ, അടുത്ത ഒരു 100 വർഷക്കാലത്തേക്ക് മനുഷ്യർക്ക് ആർക്കും എന്തില്ല, പ്രത്യുൽപാദനമില്ല, അല്ലെങ്കിൽ കുട്ടികൾ ഉണ്ടാവുന്നില്ല എന്ന് വിചാരിക്കാം. അപ്പൊ 100 വർഷം കഴിഞ്ഞാൽ പിന്നെ മനുഷ്യ വംശം ഉണ്ടാവോ ഭൂമിയിൽ? ഉണ്ടാവില്ല. അപ്പൊ അത് തന്നെയാണ് റീപ്രൊഡക്ഷന്റെ പ്രസക്തി, അതിന്റെ സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത്. ഇറ്റ് എനേബിൾസ് ദ കണ്ടിന്യൂറ്റി ഓഫ് എ സ്പീഷീസ് ഫ്രം ജനറേഷൻ ടു ജനറേഷൻ. ഒരു തലമുറയിൽ നിന്ന് അടുത്ത തലമുറയിലേക്ക് ഒരു ജീവി വർഗത്തിന്റെ തുടർച്ച സാധ്യമാക്കുന്ന പ്രോസസ്സാണ് പ്രത്യുൽപാദനം അഥവാ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ രണ്ടാമത്തെ ചോദ്യത്തിനും ആൻസർ ആയി. ഇനി മൂന്നാമത്തെ ചോദ്യം, ഹൗ ഈസ് റീപ്രൊഡക്ഷൻ? അതിന് നമുക്ക് രണ്ട് ആൻസർ ഉണ്ട്, സെക്ഷുവൽ റീപ്രൊഡക്ഷൻ ആൻഡ് അസെക്ഷുവൽ റീപ്രൊഡക്ഷൻ. ലൈംഗിക പ്രത്യുൽപാദനവും അലൈംഗിക പ്രത്യുൽപാദനവും, ഇങ്ങനെ രണ്ട് രീതിയിലാണ് ജീവികൾക്ക് പ്രത്യുൽപാദനം സംഭവിക്കുന്നത്. ഇനി ഈ അസെക്ഷുവൽ റീപ്രൊഡക്ഷനും സെക്ഷുവൽ റീപ്രൊഡക്ഷനും തമ്മിലുള്ള പ്രധാന വ്യത്യാസം, അസെക്ഷുവൽ റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു യൂണി പാരന്റൽ പ്രോസസ് ആണ്. ഒരു പാരന്റിൽ നിന്ന് അടുത്ത തലമുറ ഉണ്ടാവുന്ന പ്രോസസ്. അതായത് അവിടെ ഒരു പാരന്റ് മാത്രം മതി. ഇപ്പോ അമീബയുടെ കേസ് നമുക്കറിയാം. അമീബയിൽ നിന്ന് അടുത്ത തലമുറ ഉണ്ടാവുമ്പോൾ ഒരു പാരന്റ് അമീബ മതി. ഇതാ ഇവിടെ ഒരു പാരന്റ് അമീബയാണ്, ഡിവൈഡ് ചെയ്തിട്ട് 2 പുതിയ ന്യൂക്ലിയസുകൾ ഉണ്ടാവുന്നു. അതിൽ നിന്ന് പുതിയ 2 ഡോട്ടർ അമീബകൾ ഉണ്ടാവുന്നു. അപ്പൊ ഇവിടെ ഈ പ്രോസസ്സിൽ ഒരു അമീബയിൽ നിന്നാണ് പുതിയ അമീബ കുഞ്ഞുങ്ങൾ ഉണ്ടാവുന്നത്. ഈ പ്രോസസ്സ് പേരാണ് ബൈനറി ഫിഷൻ. അപ്പോ ഇതിനെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം. തൽക്കാലം നമ്മൾ മനസ്സിലാക്കേണ്ട പോയിന്റ്, അസെക്ഷുവൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്ന പ്രോസസ്സിൽ ഒരു സിംഗിൾ പാരന്റിൽ നിന്നാണ് അടുത്ത തലമുറ ഉണ്ടാവുന്നത്. അതിന് വ്യത്യസ്തമായ ഒരുപാട് രീതികളുണ്ട്, അത് ഓരോന്ന് നമുക്ക് പറയാം. ഇനി സെക്ഷുവൽ റീപ്രൊഡക്ഷന്റെ പ്രത്യേകത, സെക്ഷുവൽ റീപ്രൊഡക്ഷനിൽ 2 പാരന്റ്സുകൾ ഇൻവോൾവ് ആവണം. ചിലപ്പോൾ ഈ 2 പാരന്റ്സും ഒരു ജീവി തന്നെയായിരിക്കും. ഇപ്പൊ നമ്മുടെ ഏർത്തുവം, മണ്ണിരയെ സംബന്ധിച്ചിടത്തോളം മെയിലും മണ്ണിര, അല്ലെങ്കിൽ ആൺ മണ്ണിര എന്നും പെൺ മണ്ണിര എന്നും, അല്ലെ, ഇങ്ങനെ 2 വ്യത്യസ്ത മണ്ണിരകൾ നമുക്ക് കാണാൻ പറ്റില്ല. ഒരൊറ്റ മണ്ണിരയേ ഉള്ളൂ. ഒരു ഏർത്തുവമാണുള്ളത്, അല്ലെ, ഫെർട്ടിമ പോസ്തുമ എന്നാണ് നമ്മൾ അതിന് പറയുന്നത്, അല്ലെ. അപ്പൊ ഇത് മെയിൽ പാർട്ടും ഫീമെയിൽ പാർട്ടും ഒരേപോലെ പ്രസന്റ് ആയിരിക്കുന്നു. അപ്പോ മനുഷ്യജീവിയെ സംബന്ധിച്ചിടത്തോളം മെയിലും ഫീമെയിലും സെപ്പറേറ്റ് ആണ്. ഇപ്പൊ പ്ലാന്റ്സ് എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ഹൈബിസ്കസിന്റെ കേസിൽ നമ്മൾ ചെമ്പരത്തി എന്ന് പറയുന്നത്, അല്ലെ, ചെമ്പരത്തിയുടെ കേസിൽ മെയിൽ ഫ്ലവറും ഫീമെയിൽ ഫ്ലവറും, അല്ലെ, അങ്ങനെ 2 സെപ്പറേറ്റ് ഫ്ലവർ ഇല്ല, ഒരൊറ്റ ഫ്ലവറാ. ആ ഫ്ലവറിൽ തന്നെ മെയിൽ പാർട്ടായിട്ടുള്ള പോളൻ ഗ്രെയിൻസും ഫീമെയിൽ പാർട്ടായിട്ടുള്ള ഓവറിയും പ്രസന്റ് ആണ്. നേരെ മറിച്ച് പപ്പായയുടെ കേസിൽ, അതൊരു പ്ലാന്റ് ആണ്, പക്ഷെ അതിൽ മെയിലും ഫീമെയിലും സെപ്പറേറ്റാ, 2 സെപ്പറേറ്റ് ഇൻഡിവിജ്വൽ. അപ്പോ ഇങ്ങനെ ചില കേസുകളിൽ 2 ഇൻഡിവിജ്വൽസ് അഥവാ 2 സെക്സുകൾ, മെയിലും ഫീമെയിലും ഒരു ഇൻഡിവിജ്വലിൽ പ്രസന്റ് ആയിരിക്കും. അതല്ലെങ്കിൽ ഹ്യൂമൻ ബീങ്സിനെ പോലെ 2 ഇൻഡിവിജ്വൽ സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. ഏതായാലും 2 സെക്സുകൾ പ്രധാനമാണ്, മെയിലും വേണം ഫീമെയിലും വേണം. ഇനി നമുക്ക് ഇതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ ആദ്യം നമുക്ക് അസെക്ഷുവൽ റീപ്രൊഡക്ഷനെ കുറിച്ച് പറയാം. അസെക്ഷുവൽ റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു സിംഗിൾ പാരന്റ് മാത്രം ഇൻവോൾവ് ആയിട്ടുള്ള റീപ്രൊഡക്ഷൻ ആണ്. ഇവിടെ ലോവർ ഓർഗാനിസംസ്, ഇപ്പോ അമീബ പോലെയുള്ള, ഹൈഡ്ര പോലെയുള്ള, ബാക്ടീരിയകൾ പോലെയുള്ള ജീവികൾ, വളരെ ഗ്രേഡ് കുറഞ്ഞ ജീവികളാണ് അസെക്ഷുവൽ റീപ്രൊഡക്ഷൻ, അലൈംഗിക പ്രത്യുൽപാദനം കാണിക്കുന്നത്. ഈ അലൈംഗിക പ്രത്യുൽപാദനത്തിന് വ്യത്യസ്ത തരമുണ്ട്. അതിൽ ഒന്നാമത്തതാണ് സ്പോർ ഫോർമേഷൻ. സ്പോർസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈഫ് ഒറിജിനേറ്റ് ചെയ്യാൻ കഴിവുള്ള സെല്ലുകളെയാണ് നമ്മൾ സ്പോർസ് എന്ന് വിളിക്കുന്നത്. അപ്പോ ഒരു ഫംഗയുടെ ശരീരത്തിൽ മില്യൺസ് ഓഫ് സ്പോറുകൾ ഉണ്ടാവും. ആ മില്യൺസ് ഓഫ് സ്പോറുകൾ അൺഫേവറബിൾ കണ്ടീഷൻ വരുമ്പോൾ, പ്രതികൂല സാഹചര്യം വരുന്ന സമയത്ത് എന്ത് ചെയ്യും, ഈ പ്ലാന്റിന്റെ ശരീരത്തിൽ ഒളിച്ചിരിക്കും, അല്ലെ, ഒരു ഡോർമെന്റ് സ്റ്റേജിലിരിക്കും, നിഷ്ക്രിയത്വമായിട്ടിരിക്കും. എന്നിട്ട് ഒരു അനുകൂല സാഹചര്യം വരുമ്പോൾ ഈ ഡോർമെന്റ് സ്റ്റേജിലുള്ള സ്പോറുകൾ പുറത്തേക്ക് റിലീസ് ചെയ്യപ്പെടുകയും ആ സ്പോറിൽ നിന്ന് പുതിയ ഫംഗൈകൾ ഉണ്ടാവുകയും ചെയ്യുന്നു. ഇതിനെയാണ് നമ്മൾ സ്പോറുലേഷൻ എന്ന് വിളിക്കുന്നത്. ഈ സ്പോറുലേഷൻ ഒരു സിംഗിൾ പാരന്റ് മാത്രം ഇൻവോൾവ് ആയിട്ടുള്ള പ്രോസസ് ആണ്. അതുകൊണ്ട് തന്നെ ഈ പ്രോസസ് സ്പോർസിൽ നിന്നാണ് പുതിയ ഓർഗാനിസംസ് ഒറിജിൻ ചെയ്യുന്നത്. സോ ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് അസെക്ഷുവൽ റീപ്രൊഡക്ഷൻ. ഇനി നമ്മൾ മറ്റൊരു അസെക്ഷുവൽ റീപ്രൊഡക്ഷനിലേക്ക് പോവുകയാണ്. ബാക്കിയുള്ള ഏതൊക്കെ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഉള്ളത്, നമ്മളിപ്പോ ഒന്നാമത്തേത് പറഞ്ഞു കഴിഞ്ഞു, സ്പോർസ്.
Second one will be binary fission. ബൈനറി ഫിഷന്റെ സ്ലൈഡ് ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നു. അമീബ പോലെയുള്ള ജീവികൾ കാണിക്കുന്ന പ്രോസസ് ആണ് ബൈനറി ഫിഷൻ. ഇതാണ് ബൈനറി ഫിഷൻ. അതായത് ഒരു ഇൻഡിവിജ്വൽ ഓർഗാനിസം ഡിവൈഡ് ചെയ്യുന്നു, ആ ഡിവിഷനിലൂടെ പുതിയ 2 ഓർഗാനിസംസ് ഉണ്ടാവുന്നു. ഇതാണ് ബൈനറി ഫിഷൻ. നെക്സ്റ്റ് വൺ വിൽ ബി ബഡ്ഡിംഗ്. ബഡ്ഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എക്സ്ട്രാ ഗ്രോത്ത് ഉണ്ടാവുകയാണ്. ഒരു എക്സ്ട്രാ ഗ്രോത്ത് ഉണ്ടായിട്ട് ആ എക്സ്ട്രാ ഗ്രോത്തിൽ നിന്ന് പുതിയ ഓർഗാനിസംസ് ഡെവലപ്പ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ബഡ്ഡിംഗ് എന്ന് വിളിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് ശരിക്കും നോക്കിയാൽ കാണാം, ഒരു ഓർഗാനിസം, ആ ഓർഗാനിസത്തിന്റെ ഈ ഒരു പോർഷനിൽ ഒരു എക്സ്ട്രാ ഗ്രോത്ത് ഫോം ചെയ്യുന്നു. ആ എക്സ്ട്രാ ഗ്രോത്തിൽ നിന്ന് അത് ഡെവലപ്പ് ചെയ്യുന്നു. ആ ഡെവലപ്പ് ചെയ്തിട്ട് അതൊരു പുതിയ ഓർഗാനിസം. ഈ എക്സ്ട്രാ ഫോം ചെയ്യുന്ന ഈ ഒരു ഭാഗത്തെയാണ് നമ്മൾ ബഡ് എന്ന് വിളിക്കുന്നത്. ബഡ്. ആ ബഡാണ് പിന്നീട് ഡെവലപ്പ് ചെയ്യുന്നത്. ആ ഡെവലപ്പ് ചെയ്ത ബഡ് പാരന്റിൽ നിന്നും സെപ്പറേറ്റ് ചെയ്യുന്നു, എന്നിട്ട് അതൊരു പുതിയ ഓർഗാനിസം ആയിട്ട് മാറുന്നു. സോ ദിസ് പ്രോസസ് ഈസ് കോൾഡ് ബഡ്ഡിംഗ്. സോ തേർഡ് വൺ ബഡ്ഡിംഗ്. എല്ലാത്തിനും എക്സാമ്പിൾ നമ്മൾ പഠിച്ചു വെക്കണം. സ്പോർസിന് എക്സാമ്പിൾ നമ്മൾ പറഞ്ഞു, ഫംഗൈകളാണ്. ആൽഗകൾക്കും കാണാം. ബൈനറി ഫിഷന്റെ ഏറ്റവും പ്രധാനപ്പെട്ട എക്സാമ്പിൾ ആണ് അമീബ. ബാക്ടീരിയകളും കാണിക്കാം. പ്രോട്ടോസോവ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അമീബ വരുന്ന ഗ്രൂപ്പിനെയാണ് നമ്മൾ പ്രോട്ടോസോവ എന്ന് പറയാം. പിന്നെ ബാക്ടീരിയ, ഇതും രണ്ടുമാണ് നമ്മൾ ബൈനറി ഫിഷൻ എക്സാമ്പിൾ ആയിട്ട് പഠിക്കേണ്ടത്. നെക്സ്റ്റ് ബഡ്ഡിംഗ്. ബഡ്ഡിംഗ് നമ്മൾ പറഞ്ഞു ഒരു എക്സ്ട്രാ ഗ്രോത്ത് ഉണ്ടാവുന്ന ആ എക്സ്ട്രാ ഗ്രോത്തിനെയാണ് നമ്മൾ ബഡ് എന്ന് വിളിക്കുക. ആ സ്മോൾ ഗ്രോത്ത് പിന്നീട് വളർന്ന് ആ പാരന്റിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യും, അതൊരു പുതിയ ഓർഗാനിസം ആയി മാറും. ഈസ്റ്റ്, ഹൈഡ്ര, സ്പോഞ്ചസ്, ഇതൊക്കെ ബഡ്ഡിങ്ങിന് എക്സാമ്പിൾസ് ആണ്. നെക്സ്റ്റ് വൺ ആണ് ഫ്രാഗ്മെന്റേഷൻ. ഫ്രാഗ്മെന്റേഷൻ എന്ന് പറയുമ്പോൾ ശരീരത്തിന്റെ ഒരു ഭാഗം അല്ലെ, ശരീരത്തിന്റെ അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ ഓർഗാനിസത്തിന്റെ ബോഡി ഡിവൈഡ് ചെയ്തിട്ട് ഒരുപാട് ഫ്രാഗ്മെന്റ്സുകളായി മാറും. അപ്പൊ പ്ലനേറിയ നോക്കാം, ഇതൊരു ഇൻഡിവിജ്വൽ ഓർഗാനിസം ആണ്. ആ പ്ലനേറിയയുടെ ബോഡി 3 പീസുകളായി മാറി അല്ലെ, 3 ഫ്രാഗ്മെന്റ്സുകളായി മാറി. ആ ഓരോ ഫ്രാഗ്മെന്റും പുതിയ ജീവിയായിട്ട് മാറണം. അപ്പൊ ഇങ്ങനെ ഒരു ഇൻഡിവിജ്വൽ ഓർഗാനിസത്തിന് ഡിവിഷൻ സംഭവിച്ച് ഫ്രാഗ്മെന്റ്സുകൾ ഉണ്ടാവുകയും ആ ഫ്രാഗ്മെന്റ്സുകളിൽ നിന്ന് പുതിയ ഓർഗാനിസംസ് ഡെവലപ്പ് ചെയ്യുകയും ചെയ്യുന്നതിനെയാണ് നമ്മൾ ഫ്രാഗ്മെന്റേഷൻ എന്ന് വിളിക്കുന്നത്. നെക്സ്റ്റ് വൺ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ. അതായത് നമ്മൾ സാധാരണ പ്ലാന്റ്സുകൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പോ ഒരു എക്സാമ്പിൾ നമുക്ക് ടാപ്പിയോക്ക, അതേപോലെ തന്നെ നമ്മുടെ റോസ്, ഇതൊക്കെ എന്താണ് വെജിറ്റേറ്റീവ് ഫ്രാഗ്മെന്റേഷനിലൂടെയാണ് അടുത്ത തലമുറ ഉണ്ടാവുന്നത്. അതേപോലെ ചില പ്ലാന്റ്സ്, ഇപ്പൊ നമ്മുടെ പൊട്ടാറ്റോ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ കാണാം, ചെറിയ രീതിയിലുള്ള ട്യൂബറുകൾ അതിന്റെ ശരീരത്തിൽ നിന്നുണ്ടാവും. ആ ട്യൂബറിൽ നിന്നാണ് പുതിയ ഓർഗാനിസം ഉണ്ടാവുന്നത്. റൈസോം, ഇഞ്ചിയുടെ കേസ്, അതേപോലെ മഞ്ഞളുടെ, ടർമറിക്കിന്റെ കേസ്, ഇതിലൊക്കെ ഇതേപോലെ ശരീരത്തിന്റെ ഭാഗത്ത് നിന്ന് എക്സ്ട്രാ ഗ്രോത്തുകൾ ഉണ്ടാവുന്നു. ആ ഗ്രോത്ത് പുതിയ പ്ലാന്റിന്റെ പാർട്ടായിട്ട് മാറുന്നു. അപ്പോൾ അതിന് ഒരുപാട് എക്സാമ്പിൾസ് ആണ് നമ്മുടെ ബൾബുകള്, കോംസ്. ബൾബ് എന്ന് പറയുന്നത് നമ്മുടെ ഒനിയനിൽ കാണുന്ന എക്സ്ട്രാ ഗ്രോത്തിന് വിളിക്കുന്ന പേരാണ് കോംസ്. കോംസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ചേന, ചേമ്പ് അല്ലെ, ആ വിഭാഗത്തിൽ വരുന്ന ആളുകൾക്കാണ് കോംസ് ഉള്ളത്. പിന്നെ ട്യൂബേഴ്സ് നമ്മളിപ്പോ പറഞ്ഞു, പൊട്ടാറ്റോയുടെ കേസ്. പിന്നെ റണ്ണേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഓഫ്സെറ്റ്, അതേപോലെ സ്ട്രോബെറി പോലുള്ള പ്ലാന്റുകൾക്ക്. റൈസോം എന്ന് പറഞ്ഞാൽ നമ്മുടെ ബനാന, അതേപോലെ ജിഞ്ചർ, ഈ ഒരു ഗ്രൂപ്പ് ഓഫ് പ്ലാന്റ്സ്. അപ്പൊ ഇവരുടെയൊക്കെ പ്ലാന്റ്സിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് നിന്ന് പുതിയ പ്ലാന്റുകൾ ഉണ്ടായി വരുന്നതിനെയാണ് നമ്മൾ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ എന്ന് വിളിക്കുന്നത്. ക്ലോണിങ് ഇതൊരു ന്യൂ മെത്തേഡ് ആണ്. നമ്മൾ പിന്നെ ഇയാൻ വിൽമുട്ട് എന്ന് പറഞ്ഞൊരു സയന്റിസ്റ്റിനെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും അല്ലെ. അദ്ദേഹമാണ് ക്ലോണിങ്ങിലൂടെ ഡോളി, ഷീപ്പ് എന്ന് പറയുന്ന അല്ലെ, ഷീപ്പ് ആ ഒരു വിഭാഗത്തിൽ വരുന്ന ഡോളി എന്ന് പറയുന്ന ഒരു പുതിയ ഓർഗാനിസത്തെ, അതിലും നമ്മൾ എന്താണ് ഒരു പാരന്റിൽ നിന്നാണ് അടുത്ത തലമുറയെ ഉണ്ടാക്കുന്നത്. അപ്പൊ ഇതാണ് അസെക്ഷൽ റീപ്രൊഡക്ഷന്റെ അടിസ്ഥാന സ്വഭാവം. ഒരു സിംഗിൾ പാരന്റിൽ നിന്നാണ് പുതിയ ഓർഗാനിസം ഡെവലപ്പ് ചെയ്തു വരുന്നത്. സോ ദാറ്റ് ഈസ് എ പ്രോപ്പർട്ടി ഓഫ് അസെക്ഷൽ റീപ്രൊഡക്ഷൻ. നെക്സ്റ്റ് നമ്മൾ സെക്ഷൽ റീപ്രൊഡക്ഷനെ കുറിച്ച് പറയാം. സെക്ഷൽ റീപ്രൊഡക്ഷന്റെ ഒന്നാമത്തെ പോയിന്റ് തന്നെ ഇത് ഹയർ പ്ലാന്റ്സുകളിലും അതേപോലെ ആനിമൽസിലും കാണുന്ന ഒരു സ്വഭാവമാണ്. നേരെ മറിച്ച് അസെക്ഷൽ റീപ്രൊഡക്ഷൻ ലോവർ ഗ്രേഡിലുള്ള ജീവികളായിരുന്നു അത് കാണിച്ചിരുന്നത്. രണ്ടാമത്തെ പോയിന്റ് നമ്മൾ നേരത്തെ പറഞ്ഞു, 2 പാരന്റ്സുകൾ ഇൻവോൾവ് ആവണം. ഓപ്പോസിറ്റ് സെക്സ്, മെയിലും ഫീമെയിലും എന്നിങ്ങനെ 2 പാരന്റ്സുകൾ ഇൻവോൾവ് ആവുന്നു. അപ്പോൾ ഇതാണ് അസെക്ഷൽ റീപ്രൊഡക്ഷനും സെക്ഷൽ റീപ്രൊഡക്ഷനും തമ്മിലുള്ള പ്രധാന വ്യത്യാസം. ഇനി സെക്ഷൽ റീപ്രൊഡക്ഷൻ നമ്മൾ സാധാരണ ഫ്ലവറിംഗ് എന്ന് പറയുന്ന പ്രോസസ്സിലൂടെയാണ് പ്ലാന്റ്സിൽ നടക്കുന്നത്. ആനിമൽസിനെ സംബന്ധിച്ചിടത്തോളം സെക്സ് സെല്ലുകൾ, ഗ്യാമീറ്റ്സുകൾ പ്രൊഡ്യൂസ് ചെയ്തിട്ടാണ് നടത്തുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അടുത്ത വർഷം 4 ചാപ്റ്ററുകൾ, +2 നമുക്ക് 4 ചാപ്റ്ററുകൾ പഠിക്കാനുണ്ട്. അപ്പൊ ആ സമയത്ത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അത് മനസ്സിലാക്കുന്നതായിരിക്കും. അപ്പൊ ആ സമയത്താണ് നമ്മൾ പിന്നെ റീപ്രൊഡക്ഷൻ ഇൻ ഓർഗാനിസം, സെക്ഷൽ റീപ്രൊഡക്ഷൻ ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ്, ഹ്യൂമൻ റീപ്രൊഡക്ഷൻ, റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് എന്നിങ്ങനെ വ്യത്യസ്ത ചാപ്റ്ററുകളിലൂടെ ആ കാര്യങ്ങളൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യും. അപ്പൊ സെക്ഷൽ റീപ്രൊഡക്ഷനെ കുറിച്ച് ഇപ്പോൾ വളരെ ബേസിക് ആയിട്ടുള്ള ഈ ഒരു ഐഡിയ മാത്രമേ നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടതുള്ളൂ.
ഇനി ഞാൻ പറയാൻ പോകുന്ന ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കുക. നേരത്തെ നമ്മൾ ഗ്രോത്ത് പറഞ്ഞപ്പോൾ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഗ്രോത്ത് ഈസ് എ പ്രോപ്പർട്ടി ഓഫ് ലിവിങ് ഓർഗാനിസം ബട്ട് നോട്ട് എ ഡിഫൈനിങ് പ്രോപ്പർട്ടി. അപ്പൊ സ്വാഭാവികമായിട്ട് അവിടെ ചോദ്യം വന്നു, റീപ്രൊഡക്ഷൻ ഒരു ഡിഫൈനിങ് പ്രോപ്പർട്ടി ആണോ? റീപ്രൊഡക്ഷൻ ഒരു പ്രോപ്പർട്ടി ആണെന്ന് നമ്മൾ പറയണം. കാരണം എന്താ? എല്ലാ ജീവികൾക്കും എന്തുണ്ട്? റീപ്രൊഡക്ഷൻ ഉണ്ട്, പ്രത്യുൽപാദനം ഉണ്ട്. പക്ഷേ അവിടെ ചെറിയൊരു പ്രശ്നമുണ്ട്. അതായത് മ്യൂൾ എന്ന് പറഞ്ഞാൽ നമ്മളെ കോവർ കഴുത വിഭാഗത്തിൽ വരുന്നതാണ്. അതായത് ഹോഴ്സും ഡോങ്കിയും കൂടെ മിക്സ് ചെയ്തിട്ട് കിട്ടുന്ന ഒരു വെറൈറ്റി ഓർഗാനിസം ആണ് മ്യൂൾ എന്ന് പറയുന്നത്. അതേപോലെ വർക്കർ ബീസ്, നമ്മുടെ തേനീച്ചകൾ വർക്ക് ചെയ്യുന്നത്, അതായത് തേൻ കളക്ട് ചെയ്യുന്നതിൽ മാത്രം റോളുള്ള ബീസ് ആണിത്. ചില ആൺ തേനീച്ചകൾക്ക് പിന്നെ റീപ്രൊഡക്ഷനിൽ യാതൊരു റോളും ഉണ്ടാവില്ല. അതേപോലെ ഫീമെയിൽസിനും റീപ്രൊഡക്ഷനിൽ റോൾ ഉണ്ടാവില്ല. അവരുടെ ജോലി തേൻ കളക്ട് ചെയ്യൽ മാത്രമാണ്. അങ്ങനെയുള്ള ബീസ്. അതേപോലെ നമുക്കറിയാം, നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ അയൽപക്കങ്ങളിലും ഒക്കെ ചിലപ്പോൾ കുട്ടികളില്ലാത്ത ദമ്പതിമാരുണ്ടാവും അല്ലെ. ഈ ഒരു കാറ്റഗറിയെ കുറിച്ചാണ് ഞാനിപ്പോ പറയാൻ പോകുന്നത്. ഈ 3 കാറ്റഗറിയുടെയും പ്രത്യേകത, ഈ 3 കാറ്റഗറിയിലുള്ള ആളുകളെയും നമ്മൾക്ക് റീപ്രൊഡക്ഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് കാണുന്നില്ല. ഇപ്പൊ ഞാൻ ചുമ്മാ നിങ്ങളോട് പറയാണ് റീപ്രൊഡക്ഷൻ ഒരു ഡിഫൈനിങ് പ്രോപ്പർട്ടി ആണ് എന്ന് ഞാൻ പറയാന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? എല്ലാ ലിവിങ് ഓർഗാനിസത്തിനും റീപ്രൊഡക്ഷൻ ഉണ്ട്. വേറൊരു രീതിയിൽ പറഞ്ഞാലോ, റീപ്രൊഡക്ഷൻ കാണിക്കാത്തവരൊന്നും ലിവിങ് ഓർഗാനിസം അല്ല. അപ്പൊ ഞാനിപ്പോ പറഞ്ഞ ഈ ആളുകളുടെ കാര്യോ, ഇപ്പൊ ഞാൻ പറഞ്ഞ മ്യൂൾ എന്ന് പറയുന്ന ആളുടെ അവസ്ഥ, വർക്കർ ബീസിന്റെ അവസ്ഥ, ഇൻഫെർട്ടൈൽ ആയാലും കുട്ടികളില്ലാത്ത ഫീമെയിലിന്റെ അവസ്ഥ, കുട്ടികളില്ലാത്ത മെയിലിന്റെ, ഇവരൊക്കെ എന്താ അവസ്ഥ? ഇവരൊക്കെ അപ്പൊ നോൺ ലിവിങ് ഒബ്ജക്റ്റുകളായി പോവില്ലേ? ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? അതായത് റീപ്രൊഡക്ഷൻ ഒരു ഡിഫൈനിങ് പ്രോപ്പർട്ടി ആണെന്ന് പറഞ്ഞാൽ പിന്നെ അതിന്റെ അർത്ഥം എന്താ? എല്ലാ ജീവികളും ആ പ്രോസസ്സ് കാണിക്കുന്നു, അഥവാ ജീവനുള്ളവർ കാണിക്കുന്ന ഒരു സ്വഭാവമാണ് റീപ്രൊഡക്ഷൻ. അപ്പോൾ റീപ്രൊഡക്ഷൻ കാണിക്കാത്തവരൊക്കെ എന്തായി പോയി? നോൺ ലിവിങ് ആയി പോയി. അപ്പൊ നമ്മൾ പറയുന്ന പോയിന്റ്, റീപ്രൊഡക്ഷൻ ഈസ് നോട്ട് എ പെർഫെക്റ്റ് ഡിഫൈനിങ് പ്രോപ്പർട്ടി. നോട്ട് എ പെർഫെക്റ്റ് ഡിഫൈനിങ് പ്രോപ്പർട്ടി. അതിന് കാരണം റീപ്രൊഡക്ഷൻ നടത്താൻ പറ്റാത്ത ഓർഗാനിസം ഉണ്ട്. അവരൊക്കെ ലിവിങ് ഓർഗാനിസം തന്നെയാണ്. അപ്പോൾ 2 കാര്യങ്ങളാണ് നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത്, ഗ്രോത്തിനെ കുറിച്ചും റീപ്രൊഡക്ഷനെ കുറിച്ചും. ബാക്കി ഒരുപാട് പ്രോപ്പർട്ടീസുകൾ ഉണ്ട്. ആ പ്രോപ്പർട്ടീസുകളെ കുറിച്ച് നമ്മൾ തീർച്ചയായിട്ടും അടുത്ത ഒരു ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതായിരിക്കും. So thank you for listening. Have a nice day.